നാഥനായി. മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റ സത്യദൈവവും നിത്യജീവനുമായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ട്രൂത്ത് ഫൈറ്റേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ സ്നേഹ വന്ദനങ്ങൾ. അള്ളാഹുവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി പാലക്കാട്ടെ ഒരു മദ്രസ അധ്യാപിക തന്റെ സ്വന്തം കുഞ്ഞിന്റെ കഴുത്തറുത്ത് അള്ളാഹുവിന് ബലിയർപ്പിച്ച പശ്ചാത്തലത്തിൽ ബൈബിളിനെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾക്കുള്ള മറുപടിയാണ് കഴിഞ്ഞ 2 വീഡിയോകളിൽ നാം കണ്ടത്. നമുക്കിനി ഇസ്ലാമിലെ ഇബ്രാഹിം നബിയുടെ കാര്യം നോക്കാം. കേരളത്തിലെ അറിയപ്പെടുന്ന ഇസ്ലാമിക പണ്ഡിതനായ സിയാവുദ്ദീൻ ഫൈസി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഇബ്രാഹിം തന്റെ പുത്രനെ ബലിയർപ്പിക്കാൻ തുനിഞ്ഞ ചരിത്രം ഖുർആനിൽ മാത്രമല്ല ജൂത ക്രൈസ്തവ ഗ്രന്ഥങ്ങളിലുമുണ്ട്. ഒരേ സംഭവം ഖുർആനിൽ പറഞ്ഞാൽ അക്രമത്തെ പ്രേരിപ്പിക്കുന്നതും തോറയിലും ബൈബിളിലും പറഞ്ഞാൽ സമാധാനത്തെ പ്രേരിപ്പിക്കുന്നതുമാകൽ എങ്ങനെ? സ്വന്തം പുത്രനെ ബലിയർപ്പിക്കാൻ കൽപ്പിക്കുകയും ബലിയുടെ സമയമായപ്പോൾ അരുതെന്ന് പറയുകയും ചെയ്തതിലൂടെ അല്ലാഹു മനുഷ്യരാശിയെ പഠിപ്പിച്ചത് ഇതാണ്: എന്തും അല്ലാഹുവിന് സമർപ്പിക്കാൻ സത്യവിശ്വാസി സന്നദ്ധനാകണം, എന്നാൽ മനുഷ്യബലി പാടില്ല. ഇതാണ് സിയാവുദ്ദീൻ ഫൈസി പറയുന്നത്. അദ്ദേഹത്തിന്റെ അറിവിലേക്കായി പറയട്ടെ, ഇബ്രാഹിം എന്നൊരാൾ തന്റെ മകനെ ബലിയർപ്പിക്കാൻ തുനിഞ്ഞ കാര്യം ജൂതന്മാരുടെയോ ക്രൈസ്തവരുടെയോ ഗ്രന്ഥങ്ങളിലില്ല. ഇബ്രാഹിം എന്നൊരു വ്യക്തിയെക്കുറിച്ച് ഒരു പരാമർശം പോലും ബൈബിളിലില്ല. ബൈബിളിലുള്ളത് അബ്രഹാമാണ്, ഇബ്രാഹിമല്ല. എന്തുകൊണ്ടാണ് അബ്രഹാമിനോട് തന്റെ മകനായ ഇസ്ഹാക്കിനെ ബലിയർപ്പിക്കാൻ ദൈവം പറഞ്ഞത് എന്ന കാര്യം വളരെ വിശദമായി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ വിവരിക്കേണ്ടതില്ല. ഇബ്രാഹിം എന്നൊരു കഥാപാത്രമുള്ളത് ഖുർആനിലും ഹദീസുകളിലുമാണ്, ബൈബിളിലല്ല. അത് താങ്കൾ ആദ്യം മനസ്സിലാക്കുക. ഒരു മുസ്ലിമിനോട് നമ്മൾ ചോദിക്കുകയാണെന്ന് വിചാരിക്കുക, എന്തിനാണ് ഖുർആനിലെ ഇബ്രാഹിം നബിയോട് അള്ളാഹു മകനെ ബലിയർപ്പിക്കാൻ പറഞ്ഞത്? ആർക്കറിയാം എന്നാ അവൻ പറയാം മറുപടി. അപ്പം നമ്മൾ അടുത്ത ചോദ്യം ചോദിക്കുകയാണ്, ഖുർആനിലെ ഇബ്രാഹിം നബിയുടെ ഏത് മകനെയാണ് അള്ളാഹു ബലിയർപ്പിക്കാൻ പറഞ്ഞത്? ആർക്കറിയാം. കാരണം ഖുർആനിലത് പറയുന്നില്ല. ഖുർആനിൽ ഒരിടത്തും പറയുന്നില്ല ഇസ്മായിലിനെ ആണെന്നോ ഇസ്ഹാക്കിനാണെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ വീണ്ടും ചോദിക്കുകയാണ്, എന്തിനാണ് ഖുർആനിലെ ഇബ്രാഹിം നബിയെ ബലിയർപ്പിക്കുന്നതിൽ നിന്ന് അള്ളാഹു തടഞ്ഞത്? ആർക്കറിയാം. അപ്പോൾ നമ്മൾ പിന്നെ ചോദിക്കുകയാണ്, ഖുർആനിലെ ഇബ്രാഹിം നബിയുടെ മകനെ ബലിയർപ്പിക്കാൻ പറഞ്ഞതിലൂടെ എന്തെങ്കിലും ആത്മീയ സത്യങ്ങൾ അള്ളാഹു മുസ്ലിങ്ങളോട് പറയുന്നുണ്ടോ? ആത്മീയ സത്യങ്ങളാ? അതെന്ത് സാധനമാണ്? ഇതായിരിക്കും തിരിച്ച് നമുക്ക് കിട്ടുന്ന മറുപടി. ഈ ചോദ്യങ്ങൾക്ക് മുസ്ലിങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഉത്തരങ്ങൾ ഇതായിരിക്കും. ഇബ്രാഹിം നബിയുടെ ഏത് മകനെയാണ് ബലിയർപ്പിക്കാൻ ആവശ്യപ്പെട്ടത് എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടില്ല. മുസ്ലിങ്ങൾ അതങ്ങ് വാദിക്കുകയാണ് അത് ഇസ്മായിൽ ആണെന്ന് പറഞ്ഞുകൊണ്ട്. ചുമ്മാ തള്ള്, വെറും തള്ള്, അത്രയേ ഉള്ളൂ. ഇനി ബൈബിളിൽ അബ്രഹാം ഇസ്ഹാക്കിനെ ബലിയർപ്പിക്കാൻ പോയ കാര്യമാണ് സിയാവുദ്ദീൻ ഫൈസി ഉദ്ദേശിച്ചതെങ്കിൽ പറയേണ്ടത്, ഇബ്രാഹിം തന്റെ പുത്രനെ ബലിയർപ്പിക്കാൻ തുനിഞ്ഞ ചരിത്രം ഖുർആനിൽ മാത്രമല്ല ജൂത ക്രൈസ്തവ ഗ്രന്ഥങ്ങളിലുമുണ്ട് എന്നല്ല പറയേണ്ടത്. അങ്ങനെയല്ല പറയേണ്ടത്, നേരെ തിരിച്ചാണ് പറയേണ്ടത്. അതായത് അബ്രഹാം തന്റെ മകനെ ബലിയർപ്പിക്കാൻ തുനിഞ്ഞ ചരിത്രം ജൂത ക്രൈസ്തവ ഗ്രന്ഥങ്ങളിൽ മാത്രമല്ല ഖുർആനിലുമുണ്ട് എന്നായിരിക്കണം. കാരണം സിയാവുദ്ദീൻ ഫൈസി ഇവിടെ നൈസായിട്ട് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായ? ഖുർആനിലുള്ള കഥ ജൂത ക്രൈസ്തവ ഗ്രന്ഥങ്ങൾ കോപ്പിയടിച്ചതാണെന്നാണ് ഈ പറയുന്നത്. ഖുർആനിലുള്ള കാര്യമൊക്കെ അതിലുണ്ട് എന്ന് പറയുമ്പോൾ ഇത് ഖുർആനിലുണ്ട്, അത് അവർ കോപ്പിയടിച്ചു എന്നുള്ള ആശയം അവിടെ വരുന്നത്. പക്ഷെ വസ്തുത നേരെ തിരിച്ചാണ്. മുഹമ്മദ് ജനിക്കുന്നതിന് 2000 കൊല്ലം മുമ്പേ മോശ എഴുതിയ ഉൽപ്പത്തി പുസ്തകത്തിലുള്ള കാര്യം നാട്ടുകാർ പറഞ്ഞു നടക്കുന്നത് കേട്ടപ്പോൾ അള്ളാഹു എന്ന അറബി ദേവന്റെ പേരിൽ മുഹമ്മദ് അത് കോപ്പിയടിക്കുകയാണ് ചെയ്തത്. അപ്പൊ ആദ്യമുണ്ടായ ഒരു പുസ്തകത്തിൽ നിന്നാണ് നമുക്ക് കോപ്പിയടിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ AD 7-ാം നൂറ്റാണ്ടിൽ മുഹമ്മദ് പറഞ്ഞ കാര്യം BC 1500-ൽ മോശ കോപ്പിയടിച്ചു എന്ന് പറയുന്നത് ചരിത്രപരമായ വിഡ്ഢിത്തമാണ്, വിവരക്കേടാണ്, മണ്ടത്തരമാണ്. അതാണ് സിയാവുദ്ദീൻ ഫൈസി ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പറയുമ്പോൾ വാക്കുകളൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കുക. മദ്രസ അധ്യാപികയായ മാതാവ് സ്വന്തം മകന്റെ കഴുത്തറുത്ത് അല്ലാഹുവിന് ബലി നൽകിയത് മതം തെറ്റായി പഠിച്ചത് കൊണ്ടാണെന്നാണല്ലോ മുസ്ലിങ്ങളുടെ വാദം. വാസ്തവത്തിൽ ആ സ്ത്രീ മതം ശരിയായി പഠിച്ചതുകൊണ്ടാണ് സ്വന്തം മകനെ ബലി കൊടുത്തത് എന്നുള്ളതാണ് സത്യം. അതിനുള്ള തെളിവ് ഞാൻ തരാം. യഹോവയായ ദൈവം അബ്രഹാമിനോട് തന്റെ മകനായ ഇസ്ഹാക്കിനെ യാഗമർപ്പിക്കാൻ ആവശ്യപ്പെട്ടത് എന്തുകൊണ്ടാണെന്ന് യഹൂദന്മാർക്കും ക്രിസ്ത്യാനികൾക്കും അറിയാവുന്നതുകൊണ്ട് അവർ അതിനെ അബ്രഹാമിന്റെ മഹത്വമായിട്ടോ ത്യാഗമായിട്ടോ ചിത്രീകരിച്ച് ഗ്ലോറിഫൈ ചെയ്യാറില്ല. കനാന്യരുടെ മുമ്പിൽ അബ്രഹാമിനെ മാനിക്കാൻ വേണ്ടി ദൈവം കൊടുത്ത ഒരു അവസരം എന്ന രീതിയിലാണ് ഞങ്ങൾ അതിനെ കാണുന്നത്. അതുകൊണ്ടാണ് ആ സംഭവം മഹത്തായ എന്തോ ഒരു കാര്യമാണെന്നും പറഞ്ഞ് ഞങ്ങൾ കൊട്ടിഘോഷിക്കാത്തത്. എന്നാൽ അതല്ല ഇസ്ലാമിന്റെ സ്ഥിതി. ഖുർആനിലുള്ള ഇബ്രാഹിം നബിയോട് എന്ത് കാര്യത്തിനാണ് തന്റെ മകനെ അറുക്കാൻ അള്ളാഹു കൽപ്പിച്ചത്
എന്ന മുസ്ലിങ്ങൾക്ക് അറിയില്ലെങ്കിലും ഖുർആനിലുള്ള ഇബ്രാഹിം നബി എന്ത് കാര്യത്തിലാണ് തൻ്റെ മകനെ അറുക്കാൻ തയ്യാറായത് എന്ന കാര്യത്തിൽ മുസ്ലിങ്ങൾക്ക് ഒരു അറിവുമില്ലെങ്കിലും ഖുർആനിലുള്ള ഇബ്രാഹിം നബി തൻ്റെ മകനെ അറുക്കാൻ തയ്യാറായതിലൂടെ എന്ത് ആത്മീയ പാഠമാണ് തങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്ന കാര്യം മുസ്ലിങ്ങൾക്ക് അറിയില്ലെങ്കിലും അവർക്ക് ഈ കാര്യം വലിയൊരു സംഭവമാണ്, ഭയങ്കര സംഭവമാണ്. ഇബ്രാഹിം നബി മകനെ ബലിയർപ്പിക്കാൻ കൊണ്ടുപോയി, ഇബ്രാഹിം നബി ത്യാഗത്തിന്റെ പ്രതീകമാണ് എന്നൊക്കെയാണ് ഇവർ പറയുക. യഹൂദന്മാരെയും ക്രിസ്ത്യാനികളെയും സംബന്ധിച്ചിടത്തോളം അബ്രഹാമിന്റെ ജീവിതത്തിൽ നടന്ന ആവർത്തിക്കപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ലാത്ത, ആവർത്തിക്കപ്പെടുന്നത് പോയിട്ട് എപ്പോഴും ഓർക്കുക പോലും ആവശ്യമില്ലാത്ത ഒരു സംഭവമാണ് അബ്രഹാം ഇസ്ഹാക്കിനെ ബലിയർപ്പിക്കാൻ കൊണ്ടുപോയത്. എന്നാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഖുർആനിലെ ഇബ്രാഹിം നബി തൻ്റെ ഏതോ ഒരു മകനെ ബലിയർപ്പിക്കാൻ കൊണ്ടുപോയതിൻ്റെ പേരിൽ അവർക്കൊരു പെരുന്നാൾ പോലും ഉണ്ട്. നാം എല്ലാം കേട്ടിട്ടുള്ള ഒരു വാചകമാണ് ബലിപെരുന്നാൾ എന്നത്. ഇവരുടെ ഇബ്രാഹിം നബി സ്വന്തം മകനെ ബലി കൊടുക്കാൻ കൊണ്ടുപോയത് ഇവരാഘോഷിക്കുകയാണ്. ബലിപെരുന്നാളിന് ഉസ്താദുമാർ നടത്തുന്ന പ്രസംഗങ്ങളുണ്ട്. ഈ സിയാവുദ്ദീൻ ഫൈസി അടക്കമുള്ള ഉസ്താദുമാർ നടത്തുന്ന പ്രസംഗങ്ങളുണ്ട്. ഇബ്രാഹിം നബിയുടെ ധീരമാതൃക എന്നൊക്കെ ആയിരിക്കും പറയുക. ധീരമാതൃക എന്താണ് ഈ മാതൃക എന്ന് പറഞ്ഞാൽ? നാം കണ്ടു പഠിക്കേണ്ടത്, നാം അനുകരിക്കേണ്ടത്, നാം പിന്തുടരേണ്ടത് എന്നൊക്കെയാണ് മാതൃക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നാം നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഇവർ പറയാണ് മുഹമ്മദ് ഞങ്ങളുടെ മാതൃകയാണെന്ന് ഇവർ പറയാറുണ്ട്. ഖുർആനിൽ കൽപ്പനയുണ്ട് അങ്ങനെ തന്നെ. അപ്പോൾ ഇവർ പറയുന്നത് അതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ മുഹമ്മദ് ചെയ്തതും പറഞ്ഞതുമായ കാര്യങ്ങൾ വള്ളി പുള്ളി വിടാതെ അനുസരിക്കുക, അതിനങ്ങനെ തന്നെ അനുകരിക്കുക, അതാണ് അതിലൂടെ അവർ അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇബ്രാഹിം നബിയുടെ ധീരമാതൃക എന്നൊക്കെ പറഞ്ഞാൽ ഇബ്രാഹിം നബി വളരെ ധീരതയോടുകൂടെ സ്വന്തം മകനെ ബലിയർപ്പിക്കാൻ കൊണ്ടുപോയല്ലോ, ആ കാര്യം അങ്ങനെ തന്നെ നിങ്ങളും പിൻപറ്റണം എന്നുള്ള ആശയമാണ് അവിടെ വരുന്നത് വാസ്തവത്തിൽ ഈ മാതൃക എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ ഇബ്രാഹിം നബി തൻ്റെ മകൻ്റെ കഴുത്തറക്കാൻ പോയത് മുസ്ലിങ്ങൾക്കൊരു മാതൃകയാണ്, അവരത് അനുകരിക്കേണ്ടതാണ്, അത് കണ്ടുപഠിക്കേണ്ടതെന്നൊക്കെയാണ് ഈ ഉസ്താദുമാർ വെച്ച് കീച്ചുന്നത്. ഇതൊക്കെ കേൾക്കുന്ന കഷ്ടപ്പാടും ദുരിതവുമുള്ള പാവം മുസ്ലിങ്ങൾ എന്താണ് കരുതുക? ഇബ്രാഹിം നബി സ്വന്തം കുഞ്ഞിൻ്റെ കഴുത്തറക്കാൻ തയ്യാറായപ്പോൾ അള്ളാഹു അദ്ദേഹത്തിൽ തൃപ്തനായി. ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ കഴുത്തറത്താൽ അള്ളാഹു എന്നിലും തൃപ്തിപ്പെടുന്നു. ഞാൻ അങ്ങനെ കഴുത്തറക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ അള്ളാഹു പ്രത്യക്ഷപ്പെട്ടിട്ട് പറയും, നിന്നിൽ ഞാൻ പ്രസാദിച്ചു, നീ ഇനി കഴുത്തറക്കേണ്ട കാര്യമൊന്നുമില്ല, നിന്നെ ഞാൻ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറയും. ഇതല്ലേ അവർ ചിന്തിക്കുക അല്ലേ? പാലക്കാട്ടെ സ്വന്തം കുഞ്ഞിൻ്റെ കഴുത്തറുത്ത ആ സ്ത്രീ, ആ പാവ സ്ത്രീയെ കൊണ്ട് ഇങ്ങനെ ചിന്തിപ്പിച്ചത് ഇവന്മാരൊക്കെ കൂടിയാണ്, ഈ ഉസ്താദുമാരെല്ലാം കൂടിയാണ്. പിന്നെ ഈ പാവപ്പെട്ട മുസ്ലിങ്ങളെ കൊണ്ട് ഇങ്ങനെ ചിന്തിപ്പിക്കുന്ന വേറൊന്നാണ് മാപ്പിളപ്പാട്ടുകൾ. മാപ്പിളപ്പാട്ടുകളിൽ മുഹമ്മദിനെ പൊക്കിയടിക്കുന്ന കാറ്റഗറിയിലുള്ള പാട്ടുകൾ ഇഷ്ടം പോലെയുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തതായി കാണുന്നത് ഇബ്രാഹിം നബി മകൻ്റെ കഴുത്തറക്കാൻ പോയ സംഭവത്തെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടുള്ള പാട്ടുകളാണ്. അതാണ് ഇതിൽ പിന്നെ വരുന്നത്. അതിൽ ഏറ്റവും ഹിറ്റായിട്ടുള്ളൊരു പാട്ടുണ്ട്, ഉടനെ കഴുത്തൻ്റെ ദറക്കൂ ബാപ്പ, ഉടയോൻ തുണയില്ലേ നമുക്ക് ബാപ്പ എന്ന് പറഞ്ഞൊരു പാട്ട്. ഞാനത് മലബാറിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത്, ഞാൻ കുറേ നാൾ കോഴിക്കോടും കണ്ണൂരും കാസർഗോഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ഉണ്ടായിരുന്ന ആ സമയത്ത് മുസ്ലിം സുഹൃത്തുക്കൾ പാടുന്ന സ്ഥിരമായിട്ട് വെച്ച് കേൾക്കാറുണ്ട്. ഞങ്ങളെ അന്ന് ടേപ്പ് റെക്കോർഡറൊക്കെയാണ്. അപ്പോൾ ക്യാസറ്റുകൾ ഉണ്ടാവും, മാപ്പിളപ്പാട്ടുകളുടെ ക്യാസറ്റുകളൊക്കെ. അപ്പോൾ ഈ പാട്ട് ഇഷ്ടം പോലെ പല ആളുകൾ പാടി ഞാൻ ധാരാളം കേട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ഇസ്ലാമിനകത്ത് സ്വന്തം കുഞ്ഞിൻ്റെ കഴുത്തറക്കാൻ പോയി പരിപാടിയുടെ പ്രാധാന്യം എന്താണെന്നറിയാൻ നിങ്ങൾ ഈ പാട്ട് യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഉടനെ കഴുത്തൻ്റെ അറുക്കൂ ബാപ്പ എന്ന വരി നിങ്ങളൊന്ന് സെർച്ച് ചെയ്താൽ മതി. ആ വരി മാത്രം, വേറെ ഒന്നും വേണ്ട. ഉടനെ കഴുത്തൻ്റെ അറുക്കൂ ബാപ്പ കിട്ടുന്ന റിസൾട്ടാണ് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത്. ദേ ഒന്ന്, ഉടനെ കഴുത്തൻ്റെ അറുക്കൂ ബാപ്പ. ഇത് രണ്ടാമത്തേത്, ഉടനെ കഴുത്തൻ്റെ അറുക്കൂ ബാപ്പ. ഇതിനൊക്കെ നല്ല വ്യൂവേഴ്സ് ഉണ്ട് കേട്ടോ, 1.6 മില്യൺ. ഇത് 3,33,000 വ്യൂവേഴ്സാണ് ഇതിൻ്റെ. ഇത് 42,000. ഉടനെ കഴുത്തൻ്റെ ദറക്കൂ ബാപ്പ. ഇത് 1.6 മില്യൺ, അതായത് 16 ലക്ഷം വ്യൂവേഴ്സ്. 16 ലക്ഷം പേരാണ് ഇത് കണ്ടിരിക്കുന്നത്. ഇനി അടുത്തത് 2.25 ലക്ഷം വ്യൂവേഴ്സാണ്. 2,75,000 പേരാണ് ഇത് കണ്ടിരിക്കുന്നത്. ഇത് 15,000 വ്യൂവേഴ്സാണ്. ഉടനെ കഴുത്തൻ്റെ ദറക്കൂ ബാപ്പയുടെ കരോക്കെയാണിത്. ഇത് 4,46,000 വ്യൂവേഴ്സാണ്. ഉടനെ കഴുത്തൻ്റെ ദറക്കൂ ബാപ്പ. ഇത് 2,74,000 വ്യൂവേഴ്സ്. ഉടനെ കഴുത്തൻ്റെ ദറക്കൂ ബാപ്പ. ഇത് 7,94,000 വ്യൂവേഴ്സാണ്. ഉടനെ കഴുത്തൻ്റെ ദറക്കൂ ബാപ്പ. ഇത് 10,000 വ്യൂവേഴ്സ്. ഉടനെ കഴുത്തൻ്റെ ദറക്കൂ ബാപ്പ. ഇനി താഴോട്ട് വരുമ്പോൾ വീണ്ടും ഉണ്ട്, ഉടനെ
കഴുത്തൻ്റേതറുക്കൂ ബാപ്പ. ഇനിയുണ്ട് 3,37,000 വ്യൂവേഴ്സ്. 6 മാസമേ ആയിട്ടുള്ളൂ, അപ്പോഴേക്കാണ് 3,37,000 ആയത്. ഉടനെ കഴുത്തൻ്റേതറുക്കൂ ബാപ്പ. ഇതിന് അധികം വ്യൂവേഴ്സ് ഒന്നുമില്ല. ഇനിയും കുറേ ഉണ്ട്, കണ്ടില്ലേ? നിങ്ങൾ താഴോട്ട് നോക്കുമ്പോൾ കാണാം, ഉടനെ കഴുത്തൻ്റേതറുക്കൂ ബാപ്പ. 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 ഇത് കുറച്ചൊന്നുമല്ല, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഇങ്ങനെയുള്ള പാട്ടുകളിലൂടെ ഇവന്മാർ മുസ്ലിങ്ങളുടെ തലയ്ക്കുള്ളിലേക്ക് കുത്തിവെക്കുന്നത് ഭയങ്കര വിഷമാണ്. സ്വന്തം കുഞ്ഞിന്റെ കഴുത്തറക്കാൻ തയ്യാറായ ഇബ്രാഹിം നബി ഒരു ഭയങ്കര സംഭവമാണെന്നും ബാപ്പയുടെ കൊലക്കത്തിക്ക് മുമ്പിൽ കഴുത്ത് നീട്ടിക്കൊടുത്ത ഇബ്രാഹിം നബിയുടെ പുത്രൻ അതിലും വലിയ സംഭവമാണെന്നും മുസ്ലിം മാതാപിതാക്കളിലും മുസ്ലിം കുഞ്ഞുങ്ങളിലും ഇവർ വിഷം കുത്തിക്കയറ്റുകയാണ്. നിങ്ങൾ യൂട്യൂബിലൊന്ന് വിശദമായി സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അക്ഷരം കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ കൊണ്ടുവരെ ഈ പാട്ട് പാടിപ്പിച്ച് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരിക്കുകയാണ്. അത് ആൺകുട്ടികളെ കൊണ്ടും പെൺകുട്ടികളെ കൊണ്ടും വളരെ ചെറുപ്പത്തിലേ തന്നെ കുട്ടികളെ ഇതൊക്കെ കേൾപ്പിച്ച് അള്ളാഹുവിന് വേണ്ടി കൊല്ലാനും കൊല്ലപ്പെടാനും തയ്യാറുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് ഈ കുട്ടികളെ ഇവരെത്തിക്കുകയാണ്. അള്ളാഹുവിന് വേണ്ടി ഞാൻ ചാകാൻ റെഡിയാണ്, എൻ്റെ കഴുത്തങ്ങട് അറുത്തോ എന്ന നിലയിലേക്ക്, ആ ഒരു മാനസികാവസ്ഥയിലേക്ക് പിള്ളേരെ അങ്ങ് മാറ്റിയെടുക്കുകയാണ്. ഒറ്റ ഒരു പാട്ട് പല ആളുകൾ പാടി ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഒരു ചിന്താഗതി, അള്ളാഹുവിന് വേണ്ടി ബാപ്പ എൻ്റെ കഴുത്തങ്ങ് അറുത്തോ എന്നുള്ള ചിന്താഗതി വളരെ ശൈശവപ്രായത്തിൽ തന്നെ കുട്ടികളുടെ തലച്ചോറിലേക്ക് അടിച്ചു കയറ്റിയിരിക്കുകയാണ്. പാലക്കാട്ടത്തെ ആ മദ്രസ അധ്യാപിക തൻ്റെ സ്വന്തം കുഞ്ഞിനെ കൊല്ലാൻ തയ്യാറായതും ആ കുഞ്ഞ് കൊല്ലപ്പെടാൻ തയ്യാറായതും ഇബ്രാഹിം നബിയെയും മകനെയും ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് ഉസ്താദുമാർ നടത്തിയ പ്രസംഗങ്ങൾ കേട്ടതുകൊണ്ടും പിന്നെ ഇത്തരം മാപ്പിളപ്പാട്ടുകൾ കേട്ടതുകൊണ്ടുമാണ്. എന്നാലും ഇവന്മാർ പറയും മതത്തിന് ഇതിലൊരു പങ്കുമില്ല എന്ന്. മതത്തിന് വളരെ വ്യക്തമായ പങ്കുണ്ടെന്നുള്ളതാണ് സത്യം. ഇസ്ലാം മതത്തിന് ഈ കൊലപാതകത്തിൽ വളരെ വ്യക്തമായ പങ്കുണ്ട്. ഞങ്ങളിത് പറയുമ്പോൾ മുസ്ലിങ്ങൾ ചില ഖുർആനായത്തുകളും കൊണ്ടുവരും ന്യായീകരിക്കാൻ വേണ്ടി. എനിക്കറിയാം, ഞാൻ അതും കാണിക്കാം. ഇവർ കൊണ്ടുവരുന്ന ആയത്ത് ഏതൊക്കെയാണെന്ന് നമുക്കറിയാലോ. സൂറ 6:137 ഒരെണ്ണം, ഞാൻ വായിക്കാം. അതുപോലെ തന്നെ ബഹുദൈവവാദികളിൽപ്പെട്ട പലർക്കും സ്വന്തം മക്കളെ കൊല്ലുന്നത് അവർ പങ്കാളികളാക്കിയ ദൈവങ്ങൾ ഭംഗിയായി തോന്നിച്ചിരിക്കുന്നു. അവരെ നാശത്തിൽപ്പെടുത്തുകയും അവർക്ക് അവരുടെ മതം തിരിച്ചറിയാൻ പറ്റാതാക്കുകയുമാണ് അതുകൊണ്ടുണ്ടായിത്തീരുന്നത്. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവരത് ചെയ്യുമായിരുന്നില്ല. അതിനാൽ അവർ കെട്ടിച്ചമച്ചുണ്ടാക്കുന്നതുമായി അവരെ വിട്ടേക്കുക. സൂറ 6:137. മുഹമ്മദിന്റെ കാലത്ത് ബഹുദൈവ വിശ്വാസികളായ ആളുകൾ സ്വന്തം മക്കളെ കഅബയിൽ കൊണ്ടുവന്ന് ബലിയർപ്പിച്ചിരുന്നു. അതിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ പറയുന്നത്. ബഹുദൈവ വിശ്വാസികളിൽപ്പെട്ട പലരും സ്വന്തം മക്കളെ കൊല്ലുന്നുണ്ട്, അത് അവരുടെ ദൈവങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണെന്നൊക്കെ. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവരത് ചെയ്യുമായിരുന്നില്ല. അപ്പോൾ ഇവിടെ വളരെ വ്യക്തമായി പറയുകയാണ്, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവർ അങ്ങനെ ചെയ്യില്ല എന്ന്. അപ്പോൾ അവരങ്ങനെ ചെയ്യരുതെന്ന് അള്ളാഹു ഉദ്ദേശിക്കാത്തത് കൊണ്ടാണ്, അഥവാ അവരങ്ങനെ ചെയ്യണം എന്ന് അള്ളാഹു ഉദ്ദേശിക്കുന്നത് കൊണ്ടാണ് അവർ സ്വന്തം കുഞ്ഞുങ്ങളെ ബലി കൊടുക്കുന്നതെന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ബൈബിളിൽ വളരെ വ്യക്തമായി ദൈവം ഇസ്രായേൽ ജനത്തോട് കൽപ്പിച്ചിട്ടുണ്ട്. കനാൻ നാട്ടിലുള്ള ജനങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങളുണ്ടല്ലോ, അവ നരബലി ആവശ്യപ്പെടുന്ന ദൈവങ്ങളാണ്. നിങ്ങൾ എന്നെ അങ്ങനെ പരിഗണിക്കരുത്, ഞാൻ അങ്ങനെയുള്ള ദൈവമല്ല, നിങ്ങൾ എന്നെ അങ്ങനെ സേവിക്കരുത്, എന്നെ ആരാധിക്കരുതെന്ന്. ലേവ്യ പുസ്തകവും സംഖ്യാപുസ്തകവും ആവർത്തന പുസ്തകവും നമ്മൾ നോക്കിയാൽ അവിടെ ആവർത്തിച്ച് കാണുന്നൊരു വാചകമുണ്ട്, ഞാൻ യഹോവയാകുന്നു എന്നുള്ളത്. ഞാൻ യഹോവ ആകുന്നു എന്ന് ആവർത്തിച്ച് പറയുന്നതിന് കാരണം ഇതാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണ്, പക്ഷെ അതിൻ്റെ പ്രാധാന്യം കൊണ്ട് ഒരിക്കൽ കൂടി പറയാം. അവിടെയുള്ള മറ്റ് ദൈവങ്ങളെ പോലെയല്ല ഞാൻ എന്നാണ് ദൈവം ഇസ്രായേൽ ജനത്തോട് പറയുന്നത്. ഇപ്പം നമ്മൾ തന്നെ ചില ആൾക്കാരോട് പറയാറില്ലേ, നമ്മളോട് ആരെ ഉടക്കാൻ വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്താലോ നമ്മളവരോട് പറയാറില്ലേ, മോനെ നിനക്ക് ആൾ മാറിപ്പോയി, ഞാൻ നീ വിചാരിക്കുന്ന ലെവലിലുള്ള ആളല്ല എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. ഏതാണ്ട് ഇതേ ആശയത്തിൽ തന്നെയാണ് ദൈവം പറയുന്നത്, ഞാൻ യഹോവ ആകുന്നു എന്ന് ഇസ്രായേൽ ജനത്തോട്. നമ്മൾ ഈ പറയുന്നത് പോലെ തന്നെയുള്ള ആ ഒരു ഇതാണ്. നിങ്ങൾ എന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട, ആ ദേവന്മാരെ പോലെയല്ല, നീ വിചാരിക്കുന്നത് പോലെ മനുഷ്യരക്തം ഒഴിച്ചാൽ സംതൃപ്തിപ്പെടുന്ന ദൈവമല്ല ഞാൻ.
നിന്റെ കുഞ്ഞിനെ ബലി തന്നാൽ അതിൽ സംതൃപ്തിപ്പെടുന്ന ദൈവമല്ല ഞാൻ. അതിലൊക്കെ സംതൃപ്തി അടയുന്ന ദൈവങ്ങൾ വേറെ ഇഷ്ടം പോലെ കാണും. പക്ഷെ ഞാൻ അങ്ങനെയുള്ളവനല്ല. ഞാൻ യഹോവ ആകുന്നു. എൻ്റെ വിശുദ്ധിയെ ഞാൻ വിട്ടുകളയുകയില്ല, എൻ്റെ നീതിയെ ഞാൻ ഉപേക്ഷിക്കുകയില്ല, കാരണം ഞാൻ യഹോവ ആകുന്നു. ഇതാണ് ആ പറയുന്നതിൻ്റെ സാരം. എന്നാൽ ഖുർആനിൽ അള്ളാഹു ഒരിക്കലും മുസ്ലിങ്ങളോട് കൽപ്പിക്കുന്നില്ല നിങ്ങൾ നരബലി നടത്തി എന്നെ സേവിക്കരുതെന്ന്. നിങ്ങളുടെ മക്കളെ എനിക്ക് യാഗമായി അർപ്പിച്ചുകൊണ്ട് നിങ്ങൾ എന്നെ സേവിക്കരുതെന്ന് ഖുർആനിലെ അള്ളാഹു ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. വേറെ ചില കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൊല്ലരുതെന്ന് ഖുർആനിൽ പറയുന്നുണ്ട്. വേറെ ചില കാരണത്തിൽ അത് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ദാരിദ്ര്യഭയത്താൽ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊന്നുകളയരുത്. നാം ആണ് അവർക്കും നിങ്ങൾക്കും ഉപജീവനം നൽകുന്നത്. അവരെ കൊല്ലുന്നത് തീർച്ചയായും ഭീമമായ അപരാധമാകുന്നു. സൂറ 17:31. കുടുംബത്തിലെ അംഗസംഖ്യ കൂടിയാൽ ആവശ്യത്തിന് എല്ലാവർക്കും ആഹാരം കിട്ടില്ലല്ലോ. ഇവരെയൊക്കെ പോറ്റാനുള്ള പണം കൂടുതൽ വേണ്ടേ? ദാരിദ്ര്യം ആണ്. ദാരിദ്ര്യം കൊണ്ട് ഇവരെയൊക്കെ എങ്ങനെയാണ് പുലർത്തുക എന്നൊക്കെയുള്ളൊരു ചിന്തയിൽ ദാരിദ്ര്യഭയം കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊല്ലരുത് എന്നാണ് പറയുന്നത്. അല്ലാതെ അള്ളാഹുവിന് യാഗം അർപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊല്ലരുതെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടില്ല. ഖുർആനിൽ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. ദാരിദ്ര്യം ഉണ്ടാകുമോ എന്ന പേടിയിൽ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊല്ലരുതെന്നേ പറഞ്ഞിട്ടുള്ളൂ. മനസ്സിലായ? ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ വാക്യം അവർ എടുത്തുകൊണ്ട് വരുമ്പോൾ, മുസ്ലിങ്ങൾ എടുത്തുകൊണ്ട് വരുമ്പോൾ അവരോട് ചോദിക്കണം. ഇത് ദാരിദ്ര്യം കാരണം കൊല്ലരുതെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ അള്ളാഹുവിന് യാഗം അർപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊല്ലരുതെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഈ പാലക്കാട്ടത്തെ ആ സ്ത്രീ, മദ്രസാധ്യാപികയായ ആ സ്ത്രീ ദാരിദ്ര്യഭയം കാരണമല്ല കൊന്നത്, അള്ളാഹുവിന് ബലി അർപ്പിക്കാൻ വേണ്ടി തന്നെ കൊന്നത്. അവരങ്ങനെയാണ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ സ്വന്തം ജീവൻ യാഗം അർപ്പിക്കണം, നിങ്ങൾ വീട് വിട്ടിറക്കണം എന്നൊക്കെ മുസ്ലിങ്ങളോട് കൽപ്പിക്കാൻ അള്ളാഹുവിന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. അങ്ങനെ കൽപ്പിച്ചു കഴിഞ്ഞാൽ ശശിയായി പോകുമോ എന്ന പേടിയിൽ അള്ളാഹു കൽപ്പിക്കാതിരുന്നതാണ്. ഇത് ഞാൻ പറയുന്നതല്ല, ഖുർആനിലുള്ളതാണ്. വായിക്കാം. നിങ്ങൾ സ്വന്തം ജീവൻ ബലി അർപ്പിക്കണമെന്നോ വീട് വിട്ടിറങ്ങണമെന്നോ നാം അവർക്ക് കൽപ്പന നൽകിയിരുന്നുവെങ്കിൽ അവരിൽ ചുരുക്കം പേരൊഴികെ അത് ചെയ്യുമായിരുന്നില്ല. അവരോട് ഉപദേശിക്കപ്പെടും പ്രകാരം അവർ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ അതവർക്ക് ഏറ്റവും ഉത്തമവും സന്മാർഗത്തിൽ അവരെ കൂടുതൽ ശക്തമായി ഉറപ്പിക്കുന്നതും ആകുമായിരുന്നു. സൂറ 4:66. മനസ്സിലായോ? ഞാനിത് പറഞ്ഞാലും നിങ്ങൾ കുറച്ചു പേരെ അത് ചെയ്യൂ എന്നുള്ള കാരണത്താൽ ഞാൻ പറഞ്ഞില്ല എന്നേ ഉള്ളൂ എന്നാണ് ഇവിടെ ഖുർആൻ പറയുന്നത്. എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്, നിങ്ങൾ എനിക്ക് വേണ്ടി സ്വന്തം ജീവൻ ബലി അർപ്പിക്കണം, നിങ്ങൾ നിങ്ങളെ തന്നെ യാഗമായിട്ട് അർപ്പിക്കണം. നരബലിയുടെ മറ്റൊരു വേർഷൻ സ്വന്തം ജീവൻ തന്നെ. നരബലിയുടെ ഏറ്റവും ടോപ്പ് വേർഷനാണത്. മറ്റുള്ളവരെയൊന്നും അല്ല കൊന്നത്, സ്വന്തം ജീവൻ തന്നെ അങ്ങ് അർപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പം അങ്ങനെയൊക്കെ പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഞാനങ്ങനെ പറഞ്ഞാലും നിങ്ങളത് അനുസരിക്കില്ല എന്ന് എനിക്കറിയാം. അപ്പം സ്വന്തം ജീവൻ നിങ്ങൾ യാഗം അർപ്പിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങളതിന് പുല്ല് വില പോലും കൽപ്പിക്കുന്നില്ലെങ്കിൽ ഞാൻ ആരായി? വെറും ശശി. അങ്ങനെ ശശിയാകാൻ എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളോട് അങ്ങനെ കൽപ്പിക്കാതിരുന്നതെന്നാണ് ഇവിടെ അള്ളാഹു പരിദേവനം നടത്തുന്നത്. അപ്പോൾ സ്വന്തം ജീവന്റെ കാര്യത്തിൽ മാത്രമല്ല, സ്വന്തം മക്കളുടെ ജീവൻ ബലിയായി അർപ്പിക്കണം എന്ന കാര്യത്തിലും അള്ളാഹുവിന് ആഗ്രഹമൊക്കെ ഉണ്ടാകും. പക്ഷെ എന്നോട് പറഞ്ഞാൽ ഞാനത് അനുസരിച്ചില്ലെങ്കിലോ എന്ന് വെച്ച് അള്ളാഹു പറയാതിരിക്കുന്നതാണ്. ചുരുക്കം പേർക്ക് മാത്രമേ അതൊക്കെ ചെയ്ത് അള്ളാഹുവിനെ പ്രസാദിപ്പിക്കാനുള്ള ശക്തി ഉണ്ടാവൂ. ഞാൻ ആ ചുരുക്കം ചിരിൽപ്പെട്ട ആളാണെന്ന് അള്ളാഹുവിൻ്റെ മുമ്പിൽ തെളിയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ അവർ തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കഴുത്തറക്കും. അത് സ്വാഭാവികമാണ്. അത് സ്വാഭാവികമാണ്. കാരണം ഇതുപോലെയുള്ള ഉസ്താദുമാരുടെ പ്രസംഗങ്ങൾ, ഇബ്രാഹിം നബിയുടെ ധീരമാതൃക എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഉസ്താദുമാരുടെ പ്രസംഗങ്ങൾ, പിന്നെ ഈ മാപ്പിളപ്പാട്ടുകൾ, ഉടനെ കഴുത്തൻ്റേത് അറുക്കൂ പാപ്പ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള മാപ്പിളപ്പാട്ടുകൾ, വേറെ ഈ കാറ്റഗറിയിൽ വേറെയും പാട്ടുകളുണ്ട്. ഏറ്റവും ഹിറ്റായൊരു പാട്ട് മാത്രം ഞാൻ എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ കേട്ട് ഇവരുടെ ഉള്ളിൽ അള്ളാഹുവിനും ആഗ്രഹം കാണും, പക്ഷെ ഞാനത് അനുസരിച്ചില്ലെങ്കിലോ എന്ന് പേടിച്ച് അള്ളാഹു പറയാതിരിക്കുന്നതല്ലേ. അപ്പം ഞാനതനുസരിക്കാൻ എനിക്ക് അത്രമാത്രം ഉറച്ച ഒരു വിശ്വാസം, ദൃഢചിത്തയാണ് ഞാൻ എന്നൊക്കെ ചിന്തിക്കുന്ന മുസ്ലിങ്ങൾക്ക്, പാവപ്പെട്ട സാധാരണക്കാരായ മുസ്ലിങ്ങൾ, ഇവരുടെ ഈ വിഷം ഉള്ളി കുത്തിക്കയറ്റി വെച്ചിട്ട് മതം വേറൊരു ലെവലിലേക്ക് എത്തിപ്പെട്ട സാധാരണക്കാരായ മുസ്ലിങ്ങൾ ഇത് ചെയ്തില്ലെങ്കിലാണ് അത്ഭുതം. ചെയ്തു പോകുന്നത് സ്വാഭാവികമാണ്. നമ്മളത് പാലക്കാട് ഇപ്പോൾ കാണുകയും ചെയ്തു. പിന്നെ വേറൊരു കാരണത്താലും മുസ്ലിമിന് കുഞ്ഞുങ്ങളെ കൊല്ലാം. ഖുർആനിൽ മലക്ക് മുഹമ്മദിനോടൊരു സംഭവം പറയുന്നുണ്ട്. സൂറ 18:64 മുതൽ 82 വരെയുള്ള ഭാഗത്താണത് കാണുന്നത്. അത് വളരെ ദൈർഘ്യമുള്ളതായതുകൊണ്ട് ഞാൻ മുഴുവൻ വായിക്കുന്നില്ല. പക്ഷെ ഞാൻ ആ കാര്യം പറയാം, എന്താ സംഭവം എന്നുള്ളത്.
ഖുർആനിലുള്ള മൂസാ നബി എന്ന കഥാപാത്രം തൻ്റെ ഒരു യാത്രയിൽ അള്ളാഹുവിൻ്റെ ഒരു ദാസനെ കണ്ടെത്തുകയും പിന്നെ അയാൾ ഭയങ്കര അള്ളാഹുവിൽ നിന്ന് സന്മാർഗജ്ഞാനം കിട്ടിയ ആളാണെന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അയാളോടൊപ്പം യാത്ര ചെയ്യാൻ മൂസാ നബി ആഗ്രഹിക്കുകയാണ്. കാരണം അങ്ങനെ അയാളോടൊപ്പമുള്ള യാത്രയിൽ അള്ളാഹുവിൽ നിന്ന് അയാൾക്ക് കിട്ടിയിരിക്കുന്ന ആ സന്മാർഗജ്ഞാനം തനിക്ക് പകർന്നു കിട്ടും എന്നുള്ള ചിന്തയിലാണ് മൂസാ നബി ഇങ്ങനെ അയാളോടൊപ്പം യാത്ര ചെയ്യാൻ പോകുന്നത്. അപ്പോഴേ അയാൾ മൂസാ നബിയോട് പറയും, എന്താ വേണ്ട മോനെ, നീ എൻ്റെ കൂടെ വന്നിട്ട് കാര്യമില്ല, കാരണം എൻ്റെ കൂടെ നിനക്ക് ക്ഷമിച്ച് നടക്കാൻ പറ്റില്ല, നീ വന്നിട്ട് കാര്യമില്ല, പൊക്കോന്ന് പറയും. പക്ഷെ മൂസാ നബി സമ്മതിക്കില്ല. അള്ളാഹു ഉദ്ദേശിക്കുന്ന പക്ഷം ക്ഷമയുള്ളവനായി താങ്കൾക്ക് എന്നെ കാണാൻ എന്നൊക്കെയാണ് മൂസാ നബി പറയുന്നത്. അവസാനം അയാൾ പറയുന്നത്, ശരി, താങ്കൾ എന്നെ അനുഗമിക്കുന്ന പക്ഷം യാതൊരു കാര്യത്തെപ്പറ്റി എന്നോട് ചോദിക്കാൻ പാടില്ല, എനിക്കിഷ്ടമുള്ളതൊക്കെ ഞാൻ ചെയ്യും, അതിനെപ്പറ്റി ഒന്നും നിങ്ങൾ ചോദിക്കരുത്. പിന്നെ ഞാൻ തന്നെ അവസാനം നിനക്കതിന് വിശദീകരണം തരാം, എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്നുള്ള വിശദീകരണം തരാം, അതുവരേക്കും നീ ക്ഷമയോടെ കാത്തിരിക്കണം. മൂസാ നബി പറയും, അത് ശരി ശരി, ഞാനൊന്നും ചോദിക്കില്ല, നമുക്കങ്ങനെ യാത്ര ആകാമെന്ന് പറയും. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ചേർന്ന് ഒരു കപ്പലിൽ കയറുകയാണ്. അപ്പോൾ കപ്പലിൽ കയറിയപ്പോൾ ഇയാൾ എന്ത് ചെയ്യുന്നറിയാമോ, അയാളത് ഓട്ടയാക്കി കളഞ്ഞു. കപ്പലിൽ അങ്ങ് ഒരു ഓട്ടയിട്ടു. ഓട്ടയിട്ട് എന്തുണ്ടാവും, സ്വാഭാവികമായിട്ട് വെള്ളം കയറും, അത് മുങ്ങും. അപ്പോൾ മൂസാ നബി ഇയാളോട് ചോദിക്കുകയാണ്, അതിലുള്ള ആൾക്കാരെയൊക്കെ മുക്കിക്കളയാൻ വേണ്ടി താങ്കൾ അത് ഓട്ടയാക്കിയിരിക്കുകയാണോ? ഇത് തീർച്ചയായും ഗുരുതരമായ ഒരു കാര്യമാണ്, ഭയങ്കര തെറ്റാണ് താങ്കൾ ചെയ്തതെന്ന്. അപ്പോൾ അയാൾ പറയും, ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞല്ലേ, എൻ്റെ കൂടെ നടന്നിട്ട് നിനക്ക് എൻ്റെ ഒപ്പം ക്ഷമിച്ചിങ്ങനെ വരാൻ പറ്റില്ല, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടാൽ നിനക്ക് മിണ്ടാണ്ടിരിക്കാൻ പറ്റില്ല എന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ, പിന്നെ നീ ഇതിന് എൻ്റെ കൂടെ വന്നിരിക്കും. അപ്പോൾ അത് കേൾക്കുമ്പോൾ മൂസാ നബി, അയ്യോ സോറി, ഇനി ഒന്നും ചോദിക്കാനില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് മിണ്ടാണ്ടിരിക്കും. പിന്നെ അവർ കപ്പലിൽ നിന്ന് ഇറങ്ങി വീണ്ടും മുന്നോട്ട് പോകണം. അങ്ങനെ അവർ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ബാലൻ, ഒരു സാധാരണക്കാരനായ ഒരു പയ്യൻ അവനെ കാണുകയാണ്. അപ്പോൾ ഇയാൾ അറിയാം, മൂസാ നബിയുടെ കൂടെ ഉണ്ടായിരുന്ന ഇയാൾ ഒരു ചോദ്യം പറച്ചിലൊന്നും ഇല്ലാതെ അങ്ങനെ തന്നെ ബാലനെ കൊന്നുകളയാണ്. ഒരു കാരണവുമില്ല, വെറുതെ അങ്ങോട്ട് കൊല്ലുകയാണ്. അപ്പോൾ മൂസാ നബി ഇയാളോട് പറയും, നിർദോഷിയായ ഒരാളെ മറ്റൊരാൾക്ക് പകരമായിട്ടല്ലാതെ നിങ്ങൾ കൊന്നോ? അത് തീർച്ചയായും ഭയങ്കര നിഷിദ്ധമായൊരു കാര്യമാണ് നിങ്ങൾ ചെയ്തതെന്ന് പറയും. അപ്പം അയാൾ വീണ്ടും പറയും, എടാ ഇതല്ല ഞാനോട് ആദ്യമേ പറഞ്ഞത്, നീ എൻ്റെ കൂടെ നടന്നിട്ടൊരു കാര്യമില്ല, എൻ്റെ കൂടെ നിനക്ക് ക്ഷമിച്ച് കഴിയാൻ സാധിക്കില്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ. അപ്പോൾ ഇത് കേൾക്കും വീണ്ടും മൂസാ നബി വീണ്ടും സോറി പറയും. എന്നിട്ട് പറയും, ഇനി ഞാൻ ഒന്നും ചോദിക്കില്ല കേട്ടാ, ഇപ്പോൾ ഞാൻ രണ്ടെണ്ണം ചോദിച്ചത് തെറ്റായി പോയി, ഇനി ചോദിക്കാനില്ല, ഇനി എന്തെങ്കിലും ഞാൻ ചോദിക്കുകയാണെങ്കിൽ എന്നെ അപ്പം തന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടോ എന്ന് പറയും. അയാൾ സമ്മതിച്ച് വീണ്ടും അവർ പോവുകയാണ്. അങ്ങനെ അങ്ങനെ യാത്ര ഒരു രാജ്യത്ത് നിന്ന് വിട്ടു. അപ്പോൾ ആ രാജ്യക്കാരോട് അവർ ഭക്ഷണം ആവശ്യപ്പെടും, എന്തായാലും തിന്നാൻ തരണം എന്ന് പറയും. പക്ഷേ ആ രാജ്യക്കാർ ഇവരെ സൽക്കരിക്കൊന്നുമില്ല, അവർ ഒന്നും കൊടുക്കൊന്നുമില്ല. അപ്പോൾ പൊളിഞ്ഞു വീഴാൻ പോയ ഒരു മതിൽ അവിടെ നിൽക്കുന്നത് ഇവർ കാണും. ഉടനെ ഇയാൾ എന്നിട്ട് ആ മതിൽ അങ്ങ് നേരെയാക്കും, പൊളിഞ്ഞു വീഴാൻ പോയ സാധനം നേരെയാക്കി സ്റ്റഡിയായിട്ട് നിർത്തും. അപ്പം ഈ മൂസ പറയും, ഇതിപ്പോൾ ഇങ്ങനെ ഒരു കാര്യമൊക്കെ ചെയ്തതല്ലേ, അപ്പോൾ താങ്കൾക്കൊരു കാര്യം ചെയ്യാമായിരുന്നു, ഇതിങ്ങനെ ഈ മതിൽ വീഴാൻ പോയ മതിലൊക്കെ നേരെയാക്കിയതിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രതിഫലം വാങ്ങായിരുന്നു അവരെന്ന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ കാശ് കൊണ്ട് നമുക്ക് വല്ലതും ഫുഡ് അടിക്കാമല്ലോ. അപ്പോൾ ആ മതിൽ ശരിയാക്കി കൊടുത്തതിൻ്റെ കൂലി എന്നുള്ള നിലയിൽ എന്തെങ്കിലുമൊക്കെ അവരെന്ന് വാങ്ങായിരുന്നു എന്ന് പറയും. അത് കേട്ടപ്പോൾ അയാൾ പറയും, ഇനി നമ്മൾ മുമ്പിൽ ഒരുമിച്ച് പോവില്ല, ഞാൻ ഇത്ര നേരം നിന്നെ സഹിച്ചു, ഇനി സഹിക്കാൻ പറ്റില്ല, നമുക്ക് ഇവിടെ വച്ച് പിരിയാം. ഞാൻ ചെയ്ത കാര്യങ്ങളുടെ പൊരുൾ എന്താണെന്നുള്ളത് നീ ഇപ്പോൾ പോകുന്ന സമയത്ത് ഞാൻ നിനക്ക് അറിയിച്ചു തരാം, അതിനെക്കുറിച്ച് ആലോചിച്ച് നീ വിഷമിച്ച് വ്യാകുലപ്പെട്ടു പോകണ്ട എന്ന് പറഞ്ഞിട്ട് പിന്നെ അയാൾ വിശദീകരിക്കുകയാണ്, ഓരോന്നും വിശദീകരിച്ച് പറയാം. എന്തുകൊണ്ടാണ് കപ്പലിൽ ഓട്ടയിട്ടു, എന്തുകൊണ്ടാണ് അയാളെ കൊന്നു, എന്തുകൊണ്ട് മതിൽ ശരിയാക്കി എന്നൊക്കെ ഉള്ളത്. അപ്പോൾ കപ്പലിൽ ഓട്ടയിട്ട കാര്യം പറയുന്നത് ഇങ്ങനെയാണ്. ആ കപ്പല് കടലിൽ ജോലി ചെയ്യുന്ന ഏതാനും ദരിദ്രന്മാരായ ആൾക്കാരെയാണ്. ഇയാൾ പറയുന്നത്, ഞാനത് കേടുവരുത്തണമെന്ന് ഉദ്ദേശിച്ചു, കാരണം അവരുടെ പുറകെ എല്ലാ നല്ല കപ്പലുകളും ബലാത്കാരമായി പിടിച്ചെടുക്കുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ കയ്യിൽ ഈ കപ്പലിൽ നിന്ന് പെടാതിരിക്കാൻ വേണ്ടിയാണ് ഞാനത് മുക്കിക്കളഞ്ഞതെന്നാണ് പറയുന്നത്. ആലോചിച്ച് നോക്കണേ, വേറൊരാളുടെ കയ്യിൽ കപ്പൽ എത്തിപ്പെടരുത് എന്ന് വെച്ചിട്ട് കപ്പലിനകത്ത് ഓട്ടയിട്ട് നടുക്കടലിൽ കപ്പൽ മുക്കിക്കളയാണ്. മാത്രമല്ല, ഈ വേദനിക്കുന്ന കോടീശ്വരൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, പക്ഷെ കപ്പലുടമസ്ഥരായ ദരിദ്രന്മാർ എന്ന് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഇത് വായിച്ചപ്പോഴാണ് കേൾക്കുന്നത്. ഇത് അയാൾ പറയാണ്, ഈ കപ്പല് ദരിദ്രന്മാരായ കടലിലെ ജോലിക്കാരായ ദരിദ്രന്മാരായ ആൾക്കാരുടെയാണ് ഈ കപ്പല്. സ്വന്തമായി കപ്പലുള്ള ആൾക്കാരൊക്കെ എങ്ങനെയാണ് ദരിദ്രന്മാരാകുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ ഇസ്ലാമിക ഗ്രന്ഥമല്ലേ, ഇതേപോലത്തെ കോമഡികൾ നമ്മൾ ഇഷ്ടം പോലെ കാണും. അതുകൊണ്ട് ഇതൊന്നും വലിയ അത്ഭുതമൊന്നും നമ്മൾ വിചാരിക്കൊന്നും വേണ്ട. പിന്നെ രണ്ടാമത്തെ കാര്യം, അതായത് ആ വഴിയിൽ കണ്ടൊരു ബാലനെ ഒരു കാരണമല്ല കൊന്നു കളഞ്ഞല്ലോ, അത് എന്തുകൊണ്ടാണെന്നാണ് അടുത്തതായിട്ട് അയാൾ വിശദീകരിക്കുന്നത്. അതാണ് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇയാൾ പറയുന്ന ന്യായീകരണം ഇതാണ്, ആ ബാലന്റെ മാതാപിതാക്കൾ സത്യവിശ്വാസികളാണ്, അഥവാ മുസ്ലിങ്ങളാണ്. എന്നാൽ ആ ബാലൻ മുസ്ലിം അല്ല. അവൻ വലുതായി കഴിയുമ്പോൾ അവൻ്റെ മാതാപിതാക്കളെ അതിക്രമത്തിനും അവിശ്വാസത്തിനും നിർബന്ധിതരാക്കി തീർക്കുമെന്ന്, അഥവാ ഇസ്ലാം ഉപേക്ഷിച്ച് അമുസ്ലിങ്ങളായി മാറണമെന്ന് അവരെ നിർബന്ധിക്കാൻ സാധ്യതയുണ്ടെന്ന് ഇയാൾ ഭയപ്പെടുകയാണ്. അങ്ങനെ അയാൾ ഭയപ്പെട്ടതുകൊണ്ടാണ്
ഈ കുഞ്ഞിനെ കൊല്ലുന്നത്. പകരം അവർക്ക് അവരുടെ രക്ഷിതാവ്, അതായത് ഇവന്റെ മാതാപിതാക്കൾക്ക് അവരുടെ രക്ഷിതാവ് അവനേക്കാൾ സ്വഭാവശുദ്ധിയിൽ മെച്ചപ്പെട്ടവനും കാരുണ്യത്താൽ കൂടുതൽ അടുപ്പമുള്ളവനുമായ ഒരു സന്താനത്തെ പകരം നൽകണമെന്ന് നാം ആഗ്രഹിച്ചു. ഇതാണ് അയാൾ പറയുന്ന ന്യായം. അപ്പൊ ഈ ആഗ്രഹം കൊണ്ട് അയാൾ എന്ത് ചെയ്തു? അവനെ കൊന്നു കളഞ്ഞു. ഈ ബാലൻ വളർന്നു വലുതാകുമ്പോൾ ഇസ്ലാം സ്വീകരിക്കാതെ സ്വന്തം മാതാപിതാക്കളെ ഇസ്ലാമിൽ നിന്ന് പുറത്തു കൊണ്ടുപോകും എന്ന ഭയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ പാവം ബാലനെ അള്ളാഹുവിന്റെ ദാസൻ കൊന്നുകളയുന്നത്, കഴുത്തറുത്ത് കളയുന്നത്. പകരം സ്വഭാവശുദ്ധിയുള്ള ഒരു മകനെ അള്ളാഹു അവർക്ക് വേറെ കൊടുക്കണമെന്ന് ഇയാൾ ആഗ്രഹിക്കുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ രണ്ടാമത് കൊടുക്കാൻ പോകുന്ന മകനെ ആദ്യമേ തന്നെ അങ്ങ് കൊടുത്താൽ പോരായിരുന്നു അള്ളാഹുവിന്? ഈ പ്രശ്നമൊന്നും ഉണ്ടായില്ലോ എന്ന് ചോദിക്കാനുള്ള ബോധം ഖുർആനിലെ ഈസാ നബിക്ക് ഉണ്ടായില്ല. അയാളോട് ചോദിക്കാനുള്ള ബോധം ഈസാ നബിക്ക് ഉണ്ടായില്ല. ഇന്ന് വരെയുള്ള മുസ്ലിങ്ങൾക്കും ഇല്ലാത്തത് കൊണ്ട് അള്ളാഹു രക്ഷപ്പെട്ടു പോവുകയാണ്. ഈ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോഴാണ് ചിന്താശേഷിയുള്ളവൻ അത് ശരിയാണല്ലോ, ഈ കൊച്ചിനെ കൊല്ലേണ്ട കാര്യമില്ല, ഈ സന്മാർഗശാലിയായ കാരുണ്യത്തിൽ കൂടുതൽ അടുത്തവനായ ഈ നല്ല മകൻ എന്ന് പറയുന്ന രണ്ടാമത് വരാൻ പോകുന്ന മകനെ ആദ്യമേ അങ്ങോട്ട് കൊടുത്താൽ പോരെ? ഏതായാലും ഞാൻ ഈ കാര്യം പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് ഭാവിയിൽ നേർമാർഗത്തിൽ നടന്നില്ലെങ്കിലോ എന്ന സംശയത്തിന്റെ പുറത്ത് പോലും ഒരു കുഞ്ഞിനെ കൊല്ലാം. അതിനുള്ള അനുവാദം അല്ലാഹുവിന് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത്. ഖുർആനിലുള്ള ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം ഇതാണ്. ഈ കഥയൊക്കെയാണ് ഉസ്താദുമാർ പ്രസംഗിക്കുന്നത്. സ്വന്തം മക്കൾ എന്തെങ്കിലും അനുസരണക്കേട് കാണിച്ചാൽ അവരുടെ കഴുത്തറക്കാൻ ഇത്തരം കഥകൾ മുസ്ലിങ്ങൾക്ക് പ്രചോദനമായി ഭവിക്കും. മനസ്സിലായോ? ഇപ്പോഴേ അനുസരണക്കേട് കാണിക്കുന്നു, വളർന്നു കഴിയുമ്പോൾ കൂടുതൽ അനുസരണക്കേട് കാണിക്കും. ഇവന് ഇസ്ലാം ഉപേക്ഷിച്ച് പോകോ, ഇവൻ ഞങ്ങളെയും കൂടി വഴിതെറ്റിക്കോ എന്നൊക്കെ ഒരു ഏതെങ്കിലും മാതാപിതാക്കൾ ചിന്തിച്ചാൽ അവർക്ക് ആ കുഞ്ഞുങ്ങളെ കൊല്ലാനുള്ള ലൈസൻസ് ആണ് ഈ കഥ. വാസ്തവത്തിൽ ഇവിടെയും പ്രതി ഇസ്ലാം മതം തന്നെയാണ്, മറ്റൊന്നുമല്ല. ഇനിയൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം. നമ്മുടെ ഇന്ത്യയിൽ എന്തെങ്കിലും വിവാദമായ കുറ്റകൃത്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ മുസ്ലിങ്ങൾ, സോഷ്യൽ മീഡിയയിലെ മുസ്ലിങ്ങൾ സ്ഥിരം പറയുന്ന ഒരു ഡയലോഗുണ്ട്, ഇവിടെ ശരീഅത്ത് നിയമം കൊണ്ടുവരണം, എന്നാലേ ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ ഇവിടെ ഇല്ലാതാകൂ എന്നുള്ളതാണ് ആ ഡയലോഗ്. ഇവന്മാരെ താങ്ങി നടക്കുന്ന മതേതരത്വം പറയുന്ന കുറേ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഉണ്ട്. അവരും ഇത് ഏറ്റുപാടുന്നത് കാണാം. ശരീഅത്ത് വരണം, ശരീഅത്ത് നിയമം വരണം, ഗൾഫിലേതുപോലെ ആവണം, എന്നിലേ ഇവിടെയൊക്കെ ഈ കുറ്റകൃത്യങ്ങൾ കുറയുള്ളൂ എന്ന്. ഇവർ ഈ പറയുന്നത് പോലെ ശരീഅത്ത് നിയമം അത്ര വലിയ സംഭവം എന്തെങ്കിലും ആണോ? ശരീഅത്ത് നിയമം വന്നാൽ കുറ്റകൃത്യങ്ങൾ കുറയോ? അങ്ങനെയാണെങ്കിൽ ഗൾഫ് എന്നല്ല, ഇസ്ലാമിക രാജ്യങ്ങളിലൊന്നും യാതൊരു കുറ്റകൃത്യങ്ങളും ഉണ്ടാകാൻ പാടില്ലല്ലോ. പക്ഷെ ഓരോ വർഷവും എത്രയധികം ആൾക്കാരെയാണ് കല്ലെറിഞ്ഞും തലവെട്ടിയൊക്കെ അവിടെ കൊല്ലുന്നത്. കുറ്റകൃത്യങ്ങൾ കുറയുന്നില്ല, കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ശരീഅത്ത് നിയമം ഉണ്ടായതുകൊണ്ട് കുറ്റകൃത്യം ഇല്ലാതാവുകയില്ല. കുറ്റവാളികളെ കഴുത്തിറക്കാൻ പറ്റുമെന്നേ ഉള്ളൂ, അല്ലെങ്കിൽ കല്ലെറിഞ്ഞ് കൊല്ലാൻ പറ്റുമെന്നേ ഉള്ളൂ. ഏതായാലും നമുക്ക് ഈ ശരീഅത്ത് നിയമത്തിന്റെ ഇവർ പറയുന്ന ഈ വാദത്തിന്റെ പൊള്ളത്തരം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഈ കാണുന്ന ആളുടെ പേര് ഫൈഖാൻ അൽ ഖംതി എന്നാണ്. ഇയാള് സൗദി അറേബ്യക്കാരനായ ഒരു ഇസ്ലാമിക പണ്ഡിതനാണ്. ടെലിവിഷനിൽ ഇസ്ലാം മതത്തെക്കുറിച്ചൊക്കെ ഭയങ്കരമായിട്ട് പ്രഭാഷണം നടത്തിക്കൊണ്ടിരുന്ന ഒരു സെലിബ്രിറ്റിയാണ്. സൗദിയിൽ അറിയപ്പെടുന്ന ഒരു സെലിബ്രിറ്റി ഇസ്ലാമിക പണ്ഡിതൻ കൂടിയാണ് ഇയാള്. ഇയാൾക്കൊരു മോൾ ഉണ്ടായിരുന്നു. ഇതാണ് ആ കൊച്ച്, ലാമ അൽ ഖംതി എന്നാണ് ആ കൊച്ചിന്റെ പേര്. നല്ല ഓമനത്തമുള്ള കുഞ്ഞ്. ആ കുഞ്ഞിന് 5 വയസ്സുള്ളപ്പോൾ ഇയാൾ ആ കുഞ്ഞിനെ അതിക്രൂരമായി ഉപദ്രവിച്ച് കൊന്നുകളഞ്ഞു. ഉപദ്രവിച്ച് ഒറ്റയടിക്കങ്ങ് കൊല്ലുകയല്ല, അതിക്രൂരമായിട്ട് ഉപദ്രവിച്ചു. ആ ഉപദ്രവം സഹിച്ച് 7 മാസത്തോളം ഹോസ്പിറ്റലിൽ കിടന്നതിന് ശേഷമാണ് ആ കുഞ്ഞ് മരിക്കുന്നത്. ഇതിന് ഇയാൾക്ക് 8 വർഷത്തെ ജയിൽ ശിക്ഷയും 800 ചാട്ടവാറടിയും ശിക്ഷയായിട്ട് കിട്ടുകയാണ്. ശരിക്കും വധശിക്ഷയാണ് കിട്ടേണ്ടത്. പക്ഷെ സൗദിയിലെ ശരീഅത്ത് നിയമപ്രകാരം സ്വന്തം കുഞ്ഞിനെ കൊന്ന പിതാവിനെ വധശിക്ഷയ്ക്ക് വിധേയനാകാനുള്ള വകുപ്പില്ല. ശരീഅത്ത് നിയമത്തിനകത്ത് അങ്ങനെ ഒരു ഇതുണ്ട്. സ്വന്തം കുഞ്ഞിനെ പിതാവാണ് കൊന്നതെങ്കിൽ പിതാവിനെ കൊല്ലാൻ പാടില്ല. ഇതൊക്കെ പാശ്ചാത്യ മാധ്യമങ്ങളായ CNN-ലും BBC-യിലും ഒക്കെ വാർത്തയായി വന്നിട്ടുള്ളതാണ് കേട്ടോ. നിങ്ങൾ CNN-ഉം BBC-യും മാത്രം വായിക്കുന്ന ഒരാളാണെങ്കിൽ ഇസ്ലാമിക വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാർത്തയും സത്യസന്ധമായി നിങ്ങൾക്ക് കിട്ടില്ല. അമേരിക്കയിലും യൂറോപ്പിലുമുള്ള മാധ്യമങ്ങളെ വിലക്കെടുക്കാൻ വലിയ തോതിൽ മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള ഫണ്ടിംഗ് ഉണ്ട്. ആ എല്ലും കഷ്ണം വാങ്ങി നക്കി തിന്നുന്നവരാണ് BBC-യും CNN-ഉം അടക്കമൊക്കെ ഉള്ള ഒരുമാതിരി പാശ്ചാത്യ മാധ്യമങ്ങൾ. അതുകൊണ്ടാണ് അവരുടെ വാർത്തയിൽ ഫൈഖാൻ അൽ ഖംതി എന്ന ഇസ്ലാമിക പണ്ഡിതൻ 5 വയസ്സുള്ള സ്വന്തം മകളെ കൊന്നു എന്ന് മാത്രം പറഞ്ഞത്. ആ വാർത്ത പറ്റൊന്നുമല്ല, അയാൾ തൻ്റെ 5 വയസ്സുള്ള മകളെ കൊന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷെ ആ വാർത്ത പൂർണ്ണമല്ല, അപൂർണമാണ്. ആ വാർത്തയിലെ പ്രധാനപ്പെട്ട വേറൊരു ഭാഗം ഇവന്മാർ മുക്കിക്കളഞ്ഞു. അതെന്താണെന്നറിയാമോ?
സൗദി അറേബ്യയിലെ അറിയപ്പെടുന്ന ഇസ്ലാമിക മതപണ്ഡിതനും TV പ്രഭാഷകനുമായ ഫൈഖാൻ അൽ ഖംദി 5 വയസ്സുള്ള സ്വന്തം മകളെ ബലാത്സംഗം ചെയ്തതിന് ശേഷമാണ്, ആ കൊച്ചു കുഞ്ഞിനെ അതിക്രൂരമായി റേപ്പ് ചെയ്തതിന് ശേഷമാണ് ആ കുഞ്ഞ് കൊല്ലപ്പെടുന്നത്. ആ ബലാത്സംഗത്തിൻ്റെ കാര്യം BBC-യും CNN-ഉം പറയുന്നില്ല. കാരണം എന്താണ്? ഞാൻ പറഞ്ഞില്ലേ, മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള ഫണ്ടിങ് ഇത് ഭയങ്കരമാണ്. സോഷ്യൽ മീഡിയ ശക്തി പ്രാപിച്ചതോടുകൂടെ സാധാരണക്കാരായ ആൾക്കാർക്ക് അവരുടെ കാഴ്ചപ്പാടുകൾ, അവരറിഞ്ഞിരിക്കുന്ന സത്യങ്ങളെല്ലാം വിളിച്ചു പറയാൻ ഒരു പ്ലാറ്റ്ഫോം ലഭിച്ചിരിക്കുന്നത് കൊണ്ട് ഇസ്ലാം തകർന്നുകൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ ഭയങ്കരമായിട്ട് ഇസ്ലാമിന് ഇത് തകർച്ചയിലേക്ക് കൊണ്ടുപോവുകയാണ്. ആ വിഷയത്തെക്കുറിച്ച് വേറൊരു വീഡിയോ ദൈവം അനുവദിച്ച് ഞാൻ പുറകെ ചെയ്യുന്നത് കൊണ്ട് ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. അപ്പോൾ BBC-യും CNN-ഉം മാത്രമല്ല, നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന യൂട്യൂബ് ഉണ്ടല്ലോ, ഈ യൂട്യൂബ് അടക്കം സോഷ്യൽ മീഡിയയിലെ പല പ്ലാറ്റ്ഫോമുകളും ഇസ്ലാമിന് വേണ്ടി കുഴലൂത്ത് നടത്തുന്നവരാണ്. ഇസ്ലാമിന് ദോഷകരമായി വരുന്ന പല വീഡിയോകളും അവരെടുത്തു കളയും. ഇപ്പോൾ ട്രൂത്ത് ഫൈറ്റേഴ്സിൻ്റെ പഴയ ചാനൽ ഹാക്ക് ചെയ്യപ്പെട്ടല്ലോ. ഈ ഹാക്ക് ചെയ്യപ്പെട്ട സാധനം തിരിച്ചു കിട്ടാൻ വേണ്ടി ഇത് ഹാക്ക് ചെയ്തവന്മാർ വളരെ വൃത്തികെട്ട എന്തൊക്കെയോ ഇതിനകത്ത് അപ്ലോഡ് ചെയ്തിരുന്നു. എന്താ നമുക്കറിയില്ല. ഞങ്ങൾക്ക് വന്ന മെയിലിൽ അതാണ് പറഞ്ഞിരിക്കുന്നത്. ഈ യൂട്യൂബിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെയൊക്കെ വയലേറ്റ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾ അപ്ലോഡ് ചെയ്തു എന്നാണ് ഞങ്ങളോട് അവർ മെയിൽ അയച്ചിട്ട് പറഞ്ഞത്. അതുകൊണ്ട് ഇത് ചാനൽ സസ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ തിരിച്ചു കിട്ടാൻ വേണ്ടി കുറേ കത്തിടപാടുകൾ നടത്തി, കുറേ മെയിൽ അയച്ചു. ഞങ്ങളല്ല ഇത് ചെയ്തതെന്ന് ഞങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ധാരാളം മെയിലുകൾ അയച്ചു, കുറേ കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. പക്ഷെ അവർ പറഞ്ഞത് തിരിച്ചു തരാൻ പറ്റില്ല എന്നാണ്. ആദ്യം പറഞ്ഞത് തിരിച്ചു തരാമെന്നാണ്. ഇത് നിങ്ങളുടെ ആദ്യത്തെ അനുഭവം ആയതുകൊണ്ട്, ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു കാര്യം ഈ ചാനലിൽ നിന്ന് വന്നിട്ടില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഒരു വാണിങ്ങോടുകൂടി നിങ്ങൾക്ക് തിരിച്ചു തരാമെന്നാണ് ഫസ്റ്റ് മെയിലുണ്ടായിരുന്നത്. പക്ഷേ പിന്നീടാണ് അവർ പരിശോധിച്ച് നോക്കിയിട്ടുണ്ടാവുക നമ്മുടെ ചാനൽ കണ്ടന്റ് എന്താണെന്നുള്ളത്. അപ്പോൾ മനസ്സിലായി, ഈ മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഫണ്ടിങ് നടത്തുന്ന യജമാനന്മാരെ പ്രസാദിപ്പിക്കണമെങ്കിൽ ഇനി ഈ സാധനം തിരിച്ചു കൊടുക്കണ്ട എന്നവർ ചിന്തിച്ചു. അതുകൊണ്ടാണ് ഇപ്പോഴും കിട്ടാത്തത്. അവർ തരാൻ പറ്റില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ചാനലിൽ മാത്രമല്ല, ആഗോള പ്രശസ്തമായ ഒരു ചാനലുണ്ട് ഡേവിഡ് വുഡിൻ്റെ ചാനലിൽ മോണിറ്റൈസേഷൻ ഇല്ല, അതായത് പരസ്യം കൊടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല. കാരണം ഇതിന് വരുമാനമൊന്നും കിട്ടരുതെന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. ഈ വീഡിയോ ചെയ്യുന്ന യൂട്യൂബിന് വരുമാനമാണ് വേണ്ടത്, പണം വേണം. അതിനുവേണ്ടിയാണ് ഞങ്ങളെപ്പോലുള്ളവരോടൊക്കെ വീഡിയോ ചെയ്യാൻ പറയുന്നത്. വീഡിയോ ചെയ്യുക. ആദ്യ കാലത്തൊന്നും ഞങ്ങൾ ഈ പരസ്യമൊന്നും ഇട്ടിരുന്നില്ല. പിന്നെയാണ് യൂട്യൂബ് അതിൻ്റെ പോളിസിയിൽ മാറ്റം വരുത്തുന്നത്. പരസ്യങ്ങളൊന്നും ഇടാൻ അനുവദിക്കാത്ത ചാനൽ ഞങ്ങൾ സസ്പെൻഡ് ചെയ്ത് കളയുമെന്ന് പറഞ്ഞിട്ട്. കാരണം അവർക്ക് ലാഭം വേണമല്ലോ. വെറുതെ പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുത്ത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ സെർവറുകൾ ഇങ്ങനെ ആഴ്ചയിൽ സ്ഥാപിച്ചുകൊണ്ടേയിരുന്നു നമ്മുടെയൊക്കെ വീഡിയോകൾ, ഓരോരുത്തരുടെയും വീഡിയോ ഒക്കെ ഈ സെർവറുകളിലൊക്കെ അങ്ങ് സേവ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ലാഭം വേണം. അപ്പോൾ അതുകൊണ്ട് പരസ്യം ഇടാൻ അനുവദിക്കാത്ത ചാനലുകളെല്ലാം ഞങ്ങൾ സസ്പെൻഡ് ചെയ്യണമെന്നും പറഞ്ഞ് അവരുടെ പോളിസി അവർ മാറ്റി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളെന്നാൽ ശരി എന്നാൽ പിന്നെ പരസ്യം ആയിക്കോട്ടെ എന്ന് കരുതി സാക്ഷിയുടെ ആയാലും ട്രൂത്ത് ഫൈറ്റേഴ്സിലൊക്കെ ആയാലും ഞങ്ങൾ പരസ്യം ഇടാൻ തുടങ്ങുന്നത്. അപ്പോൾ യൂട്യൂബിന് വേണ്ടത് പണമാണ്. പക്ഷേ ഈ മിഡിൽ ഈസ്റ്റിലെ ഫണ്ടിങ് ഏജൻസികളുണ്ടല്ലോ, അവർ പറയുന്നത് ആ പണം ഞങ്ങൾ തരാം. യൂട്യൂബ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്ന ആ പണത്തിൻ്റെ മുക്കാഭാഗത്തോളം അവരെടുത്ത് കുറച്ച് ഭാഗം ഈ ചാനലുകാർക്ക് കൊടുക്കുകയാണ്. അതാണ് പരസ്യത്തിൽ അവർ ചെയ്യുന്നത്. ഈ ചാനലൊക്കെ നടത്തുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഇതൊരു സഹായം കൂടിയാണ്. കാരണം ഇഷ്ടംപോലെ പുസ്തകങ്ങൾ വാങ്ങേണ്ടി വരും, വായിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ കാശ് കൊടുത്ത് പുസ്തകങ്ങൾ വാങ്ങണം, മറ്റു പല കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് ഈ വിധത്തിൽ കിട്ടുന്ന പണം ഒരു സഹായമാണ്, ഒരു ഹെൽപ്പാണ്. അല്ലെങ്കിൽ വേറെ വിധത്തിൽ നമ്മുടെ കുടുംബത്തിലെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി വെച്ചിരിക്കുന്ന പൈസ എടുത്തിട്ട് ഇവന്മാരുടെ പുസ്തകങ്ങളൊക്കെ വാങ്ങേണ്ടി വരും. ഇതാകുമ്പോൾ എനിക്ക് ആ പ്രശ്നമില്ല. ഇപ്പോൾ ഞാൻ പുസ്തകങ്ങളെല്ലാം വാങ്ങുന്നത് ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് വരുന്ന പണം കൊണ്ടാണ്. ഈ കാണുന്ന പല പുസ്തകങ്ങളും പുതുതായിട്ട് ഇപ്പോൾ കുറേ ഇവിടെ ഉണ്ട്. ഇതൊക്കെ പുതുതായിട്ട് ഇപ്പോൾ വന്നതാണ്. ഇതല്ല, ഇത് അംബേദ്കറുടെയാണ്. വേറെ കുറേ പുസ്തകങ്ങൾ പിന്നെ അപ്പുറത്ത് ആ ഭാഗത്തും കുറേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ ചാനലിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ട് ചെയ്തതാണത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഡേവിഡ് വുഡിനും അങ്ങനെ തന്നെയാണ്. അദ്ദേഹത്തിന് എന്നേക്കാൾ കൂടുതൽ കളക്ഷൻ അദ്ദേഹത്തിനുണ്ട്. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ വീഡിയോ കാണുന്നവരാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മോണിറ്റൈസേഷൻ അങ്ങ് ക്യാൻസൽ ചെയ്തു. ട്രൂത്ത് ഫൈറ്റേഴ്സിൻ്റെ മോണിറ്റൈസേഷൻ എടുത്തു കളഞ്ഞിട്ടില്ല, ചിലപ്പോൾ എടുത്തു കളയുമായിരിക്കും. ഇപ്പോൾ ജാമിയ ടീച്ചറുടെ മോണിറ്റൈസേഷൻ എടുത്തു കളഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ, കാരണം ആ പണം യൂട്യൂബിന് വേണ്ടത് പണമാണ്, പരസ്യത്തിലൂടെ കിട്ടുന്ന വരുമാനം. മറ്റവന്മാർ പറയണം ആ പൈസ ഞങ്ങൾ തരാം, നിങ്ങൾ അവർക്ക് പരസ്യത്തിനുള്ള അവസരം കൊടുക്കരുത്, പകരം ആ പൈസ ഞങ്ങൾ തരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടാതാകുമ്പോൾ ഇവരുടെ പുസ്തകങ്ങൾ വാങ്ങുന്നത് കുറയും, ഇവരെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതും കുറയും. അതൊക്കെയാണ് ഈ മിഡിൽ ഈസ്റ്റിലെ ജിഹാദികൾ ലക്ഷ്യമിടുന്നത്. ഇത് യൂട്യൂബ് മാത്രമല്ല കേട്ടോ, ട്വിറ്ററും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഒക്കെ മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള ഫണ്ടിങ്ങിൽ വീണ് കിടക്കുന്നവരാണ്.
എല്ലാം അതിനകത്ത് വീണ് കിടക്കുകയാണ്. നിങ്ങൾ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ഡൊണാൾഡ് ട്രംപിന്റെ ട്വിറ്റർ അക്കൗണ്ട് അവരെന്നേക്കുമായിട്ട് സസ്പെൻഡ് ചെയ്ത വാർത്ത നിങ്ങൾ കേട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ട്രംപിന്റെ ട്വിറ്റർ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്ത വാർത്ത മാത്രമേ നമ്മൾ കേട്ടുള്ളൂ. ട്രംപിന്റെ അനുകൂലികളായ അമേരിക്കയിലെ 20,000-ഓളം പേരുടെ അക്കൗണ്ടുകളും ട്വിറ്റർ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി അവർക്കൊന്നും ജീവിതത്തിൽ ഒരിക്കലും ഒരു ട്വിറ്റർ അക്കൗണ്ട് സ്വന്തം പേരിൽ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ട്വിറ്റർ മാത്രമല്ല, ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും രണ്ടും പിന്നെ ഒരു മുതലാളിയുടെ ആണല്ലോ. ഇവരൊക്കെ ഇത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് അവർ ട്രംപിന്റെ അതുപോലെ പല ആളുകളുടെയൊക്കെ അക്കൗണ്ടുകളൊക്കെ എടുത്തു കളഞ്ഞു. കാരണം എന്താണ്? മിഡിൽ ഈസ്റ്റിലെ ഇവരുടെ യജമാനന്മാരെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയാണ്. ഇവർക്ക് നക്കാപ്പിച്ച കൊടുത്തുകൊണ്ടിരിക്കുന്നവരുണ്ടല്ലോ, അവരെ പ്രസാദിപ്പിക്കാനാണ്. ഇതിലെ ഇരട്ടത്താപ്പ് എന്താണെന്ന് അറിയാമോ? ഇതിൽ വലിയൊരു ഇരട്ടത്താപ്പുണ്ട്. ഇസ്ലാമിക ഭീകരവാദ സംഘടനകളുണ്ടല്ലോ, ഈ ഭീകരവാദ സംഘടനകൾക്ക് ട്വിറ്ററിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ അക്കൗണ്ടുകളുണ്ട്. ഈ ഭീകരവാദ സംഘടനകളെ സപ്പോർട്ട് ചെയ്യുന്ന ദശലക്ഷക്കണക്കിന് ട്വിറ്റർ, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകളും ഉണ്ട്. ഇന്ന് വരെ അതിൽ ഒരെണ്ണം പോലും ട്വിറ്റർ ആകട്ടെ, ഫേസ്ബുക്ക് ആകട്ടെ, ഇൻസ്റ്റഗ്രാം ആകട്ടെ സസ്പെൻഡ് ചെയ്തിട്ടില്ല. ഒരെണ്ണം പോലും സസ്പെൻഡ് ചെയ്തിട്ടില്ല. അതൊക്കെ ഇപ്പോഴും അങ്ങനെ ഇതാകുകയാണ്. പക്ഷേ ഇസ്ലാമിനെതിരെ ട്രംപ് ചില കാര്യങ്ങൾ പറഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടുകൾ എടുത്തു കളഞ്ഞു. ഓരോരോ രാജ്യങ്ങളിലെ ഇന്റലിജൻസ് ഏജൻസിയും പോലീസും ഒക്കെ ഇങ്ങനെയുള്ള ഈ അക്കൗണ്ടുകളെ നിരീക്ഷിക്കുമ്പോൾ, നിരീക്ഷണം ശക്തമാക്കിയെന്നൊക്കെ കാണുമ്പോൾ അവർ സ്വമേധയാ ആ അക്കൗണ്ടുകൾ ഉപേക്ഷിക്കുക, ഡിലീറ്റ് ചെയ്തിട്ട് വേറെ അക്കൗണ്ട് തുടങ്ങിയെന്ന് വരും. പക്ഷേ ഫേസ്ബുക്കോ ഇൻസ്റ്റഗ്രാമോ അല്ലെങ്കിൽ ട്വിറ്ററോ ഒന്നും ഒഫീഷ്യലായിട്ട് അവർ ഇതിനെ സസ്പെൻഡ് ചെയ്തിട്ടില്ല. പക്ഷെ ഇസ്ലാമിനെതിരെ ട്രംപ് ചില കാര്യങ്ങൾ പറഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന്റെ അക്കൗണ്ടുകൾ ഇവർ എടുത്തു കളഞ്ഞു, സസ്പെൻഡ് ചെയ്തു. വൈറ്റ് ഹൗസിൽ ഉണ്ടായ പ്രശ്നങ്ങളുടെ പേരിലാണ് ട്രംപിന്റെ അക്കൗണ്ട് എടുത്തു കളഞ്ഞതെന്നൊക്കെ ഒഫീഷ്യൽ വിശദീകരണം ട്വിറ്ററും ഫേസ്ബുക്കും ഒക്കെ കൊടുക്കുന്നുണ്ട്. അതൊക്കെ ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി പറയുന്നതാണ്. അക്രമ പ്രവർത്തനങ്ങളുടെ പേരിലാണ് ട്വിറ്ററും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഒക്കെ അക്കൗണ്ട് സസ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ ഇസ്ലാമിക ഭീകര സംഘടനകൾക്ക് ട്വിറ്ററിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും അക്കൗണ്ട് തുറക്കാൻ പറ്റരുതായിരുന്നു. പക്ഷേ ലോകത്തെ എല്ലാ ഇസ്ലാമിക ഭീകര സംഘടനകൾക്കും ട്വിറ്ററിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും അക്കൗണ്ട് ഉണ്ട്. അതൊക്കെ ഇപ്പോഴും നിൽക്കുന്നുമുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഓരോ രാജ്യത്തെയും പോലീസ് ഇന്റലിജൻസ് നിരീക്ഷണം ശക്തമാക്കുമ്പോൾ ഈ ഭീകര സംഘടനകൾ സ്വമേധയാ തങ്ങളുടെ അക്കൗണ്ട് പൂട്ടിക്കെട്ടിയിട്ട് വേറെ അക്കൗണ്ട് തുടങ്ങുമെന്നല്ലാതെ ട്വിറ്ററും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഒന്നും ഈ അക്കൗണ്ടുകൾ ഒഫീഷ്യലായിട്ട് ഇന്ന് വരെ സസ്പെൻഡ് ചെയ്തിട്ടില്ല. അതാണ് സ്ഥിതി. എന്നാലും അതൊക്കെ പോട്ടെ, നമ്മൾ വിഷയത്തിൽ നിന്ന് കുറേ മാറിപ്പോയി, തിരിച്ചു വരാം. അപ്പോൾ നിങ്ങൾ വാർത്ത അറിയാൻ വേണ്ടി BBC-യും CNN-ഉം പോലെയുള്ള മുഖ്യധാരാ മാധ്യമങ്ങൾ വായിച്ചോ. പക്ഷെ വായിച്ച വാർത്തയുടെ സത്യം അറിയണമെങ്കിൽ മറ്റു പത്രങ്ങളും കൂടി വായിക്കണം. 5 വയസ്സുള്ള സ്വന്തം മകളെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തു കൊന്ന ഫൈഖാൻ അൽ ഖംദി എന്ന ഇസ്ലാമിക പണ്ഡിതനെ 8 കൊല്ലത്തേക്കും 800 ചാട്ടവാറടികൾക്കും ശിക്ഷിച്ച ഈ വാർത്ത വന്നിരിക്കുന്നത് 2013 ഒക്ടോബർ മാസത്തിലാണ്. പരിഷ്കൃത ലോകത്താണെങ്കിൽ ഈ കേസിനെ കുറിച്ചുള്ള വാർത്തകൾ ഇവിടെ തീരേണ്ടതാണ്. കാരണം ഒരാൾ ഒരു കുറ്റകൃത്യം ചെയ്തു, കോടതി അയാളെ ശിക്ഷിച്ചു, അതോടെ കേസ് ക്ലോസ് ആയി. പക്ഷെ ഈ കേസ് അങ്ങനെ ക്ലോസ് ആയില്ല. ഇത് വീണ്ടും വാർത്തയിൽ വന്നു. പുതിയ വാർത്ത എന്താണെന്നറിയാമോ? 5 വയസ്സുള്ള സ്വന്തം മകളെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തു കൊലപ്പെടുത്തിയ സൗദി അറേബ്യയിലെ ഇസ്ലാമിക മതപ്രഭാഷകനായ ഫൈഖാൻ അൽ ഖംദി ജയിൽ മോചിതനായിരിക്കുന്നു എന്നുള്ളതാണ് പുതിയ വാർത്ത. 2014 മാർച്ച് മാസത്തിലാണ് ഈ വാർത്ത വന്നിരിക്കുന്നത്. അതായത് സ്വന്തം മകളെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തു കൊന്നതിന്റെ പേരിൽ സൗദി അറേബ്യയിലെ ശരീഅത്ത് കോടതി 8 കൊല്ലത്തേക്ക് ശിക്ഷിച്ച ഇസ്ലാമിക പണ്ഡിതനായ ഫൈഖാൻ അൽ ഖംദി 6 മാസം പോലും ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നില്ല. 6 മാസം എന്നല്ല, ഞാൻ വേറൊരു വാർത്ത കണ്ടത് കേവലം 2 മാസത്തിൽ കുറച്ച് കൂടുതൽ അത്രേ അദ്ദേഹം ജയിൽ ശിക്ഷ അനുഭവിച്ചുള്ളൂ എന്നാണ്. അത് കഴിഞ്ഞപ്പോഴേക്കും അയാൾ ജയിലിൽ നിന്ന് ഇറങ്ങി. ശരീഅത്ത് നിയമത്തിലുള്ള ഒരു വ്യവസ്ഥ ഉപയോഗപ്പെടുത്തിയാണ് അയാൾ ജയിലിൽ നിന്ന് ഇറങ്ങിയത്. എന്താണ് ആ വ്യവസ്ഥ എന്ന് അറിയണ്ടേ? ദിയ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് ശരീഅത്തിൽ. ചോരപ്പണം അല്ലെങ്കിൽ ബ്ലഡ് മണി എന്ന് നമ്മൾ മനസ്സിലാകുന്ന ഭാഷയിൽ പറയാം. അതിന്റെ അടിസ്ഥാനം കിടക്കുന്നത് ഖുർആനിലാണ്. ഞാൻ വായിക്കാം. സൂറ 4:92. യാതൊരു വിശ്വാസിക്കും മറ്റൊരു വിശ്വാസിയെ കൊല്ലാൻ പാടുള്ളതല്ല, അബദ്ധത്തിൽ വന്നു പോകുന്നതല്ലാതെ. എന്നാൽ വല്ലവനും ഒരു വിശ്വാസിയെ അബദ്ധത്തിൽ കൊന്നുപോയാൽ പ്രായശ്ചിത്തമായി ഒരു വിശ്വാസിയായ അടിമയെ മോചിപ്പിക്കുകയും അവന്റെ, അതായത് കൊല്ലപ്പെട്ടവന്റെ അവകാശികൾക്ക് നഷ്ടപരിഹാരം നൽകുകയുമാണ് വേണ്ടത്. അവർ, അതായത് ആ അവകാശികൾ അത് ഉദാരമായി വിട്ടുതന്നെങ്കിൽ ഒഴികെ. ഇനി അവൻ, അതായത് കൊല്ലപ്പെട്ടവൻ, നിങ്ങളോട് ശത്രുതയുള്ള ജനവിഭാഗത്തിൽപ്പെട്ടവനാണ്, അവനാണെങ്കിൽ സത്യവിശ്വാസിയുമാണ് എങ്കിൽ സത്യവിശ്വാസിയായ ഒരു അടിമയെ മോചിപ്പിക്കുക മാത്രമാണ് വേണ്ടത്. ഇനി അവൻ, അതായത് കൊല്ലപ്പെട്ടവൻ,
നിങ്ങളുമായി സഖ്യത്തിലിരിക്കുന്ന ഒരു ജനവിഭാഗത്തിൽപ്പെട്ടവനാണെങ്കിൽ അവൻ്റെ അവകാശികൾക്ക് നഷ്ടപരിഹാരം നൽകുകയും വിശ്വാസിയായ ഒരു അടിമയെ മോചിപ്പിക്കുകയും ചെയ്യേണ്ടതാണ്. വല്ലവനും അത് സാധിച്ചു കിട്ടിയില്ലെങ്കിൽ തുടർച്ചയായി 2 മാസം നോമ്പനുഷ്ഠിക്കേണ്ടതാണ്. അള്ളാഹു നിശ്ചയിച്ച പശ്ചാത്താപ മാർഗമാണത്. അള്ളാഹു എല്ലാം അറിയുന്നവനും യുക്തിവാനുമാകുന്നു. സൂറ 4:92. ഈ ആയത്തില് ആരെങ്കിലും ഒരു വിശ്വാസിയെ അബദ്ധത്തിൽ കൊന്നുപോയാൽ പ്രായശ്ചിത്തമായി ഒരു വിശ്വാസിയായ അടിമയെ മോചിപ്പിക്കുകയും ആ കൊല്ലപ്പെട്ടവന്റെ അവകാശികൾക്ക് നഷ്ടപരിഹാരം നൽകുകയുമാണ് വേണ്ടത്. ആ അവകാശികൾ അത് ഉദാരമായി വിട്ടു തന്നെങ്കിൽ ഒഴികെ എന്ന് പറഞ്ഞിരിക്കുന്നത് കണ്ടോ നിങ്ങൾ? ഇതാണ് ഈ ചോരപ്പണത്തിന് അടിസ്ഥാനമായിരിക്കുന്നത്. വിശദീകരിക്കാൻ ഞാൻ പുറകെ വേറൊരു ആയത്തും കൂടിയുണ്ട്. സൂറ 2:178. സത്യവിശ്വാസികളെ, കൊല ചെയ്യപ്പെടുന്നവരുടെ കാര്യത്തിൽ തുല്യശിക്ഷ നടപ്പാക്കുക എന്നത് നിങ്ങൾക്ക് നിയമമാക്കപ്പെട്ടിരിക്കുന്നു. സ്വതന്ത്രന് പകരം സ്വതന്ത്രനും അടിമയ്ക്ക് പകരം അടിമയും സ്ത്രീക്ക് പകരം സ്ത്രീയും കൊല്ലപ്പെടേണ്ടതാണ്. ഇനി അവന്, അതായത് കൊലയാളിക്ക്, തൻ്റെ സഹോദരൻ്റെ പക്ഷത്തു നിന്ന് വല്ല ഇളവും ലഭിക്കുകയാണെങ്കിൽ അവൻ മര്യാദ പാലിക്കുകയും നല്ല നിലയിൽ നഷ്ടപരിഹാരം കൊടുത്ത് വീട്ടുകയും ചെയ്യേണ്ടതാകുന്നു. നിങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ള ഒരു വിട്ടുവീഴ്ചയും കാരുണ്യവുമാകുന്നു അത്. ഇനി അതിനുശേഷവും ആരെങ്കിലും അതിക്രമം പ്രവർത്തിക്കുകയാണെങ്കിൽ അവന് വേദനയേറിയ ശിക്ഷയുണ്ടായിരിക്കും. സൂറ 2:178. ഈ ആയത്തിൽ കൊലയാളിക്ക് തന്റെ സഹോദരന്റെ പക്ഷത്തു നിന്ന് വല്ല ഇളവും ലഭിക്കുകയാണെങ്കിൽ അവൻ മര്യാദ പാലിക്കുകയും നല്ല നിലയിൽ നഷ്ടപരിഹാരം കൊടുത്ത് വീട്ടുകയും ചെയ്യേണ്ടതാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് കണ്ടോ? ഇതും ശരീഅത്തിലെ ചോരപ്പണത്തിന് അടിസ്ഥാനമായ കാര്യമാണ്. സംഭവം എന്താണെന്ന് ഞാൻ ചുരുക്കി പറയാം. ഇസ്ലാമിക ഭരണം നിലനിൽക്കുന്ന പ്രദേശത്ത് ഒരു മനുഷ്യൻ മറ്റൊരാളെ കൊല്ലുകയാണ്. കൊല ചെയ്ത ഈ കൊലയാളി കയ്യിൽ ഇത്തിരി കാശുള്ളവനാണെങ്കിൽ അയാൾക്ക് ശിക്ഷയിൽ നിന്ന് ഊരിപ്പോരാനുള്ള ഒരു വകുപ്പ് നീതിമാനായ അള്ളാഹു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അള്ളാഹു കാരുണ്യവാനല്ലേ? അതുകൊണ്ട് അള്ളാഹു ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു വകുപ്പാണിത്. ഇതെങ്ങനെയാണെന്നറിയാമോ? കൊല്ലപ്പെട്ടയാളുടെ അടുത്ത ബന്ധുക്കൾക്ക്, അതായത് മക്കളാണ് കൊല്ലപ്പെട്ടതെങ്കിൽ മാതാപിതാക്കൾക്ക്, അല്ല ഇനി മാതാവോ അല്ലെങ്കിൽ പിതാവാണ് കൊല്ലപ്പെട്ടതെങ്കിൽ മക്കൾക്ക്, ഇനി അതല്ല ഭർത്താവാണ് കൊല്ലപ്പെട്ടതെങ്കിൽ ഭാര്യയ്ക്ക്, അല്ല ഭാര്യയാണ് കൊല്ലപ്പെട്ടതെങ്കിൽ ഭർത്താവിന്, അല്ലെങ്കിൽ സഹോദരനാണ് കൊല്ലപ്പെട്ടതെങ്കിൽ സഹോദരിക്ക്, അല്ലെങ്കിൽ സഹോദരിയാണ് കൊല്ലപ്പെട്ടതെങ്കിൽ സഹോദരൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാതാപിതാക്കളൊന്നുമില്ല, സഹോദരനും സഹോദരി അവർ മാത്രമേ ഉള്ളൂ എന്നുള്ള സ്ഥിതിയിലാണെങ്കിൽ ഇങ്ങനെ. അപ്പം ഇങ്ങനെയുള്ള ഉറ്റ ബന്ധുക്കൾക്ക് അവർ ചോദിക്കുന്ന നഷ്ടപരിഹാരം കൊടുത്താൽ മതി. അവർ ആവശ്യപ്പെടുന്ന പണം നഷ്ടപരിഹാരമായി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കൊലയാളിക്ക് ശിക്ഷയില്ല, അയാൾക്ക് സ്വതന്ത്രനായി നടക്കാം. ആ ശിക്ഷയില്ല, പിന്നെ അയാൾക്ക് ഊരി പോകുന്നത്. അത് കയ്യിൽ കുറച്ച് കാശുണ്ടെങ്കിൽ ആരെയും കൊല്ലാം. ഇതാണ് ശരീഅത്ത് നിയമം, അല്ലാഹുവിന്റെ നിയമം ഇതാണ്. 5 വയസ്സുള്ള സ്വന്തം മകളെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തു കൊന്ന ഫൈഖാൻ അൽ ഖംദി എന്ന ഇസ്ലാമിക പണ്ഡിതനെ സൗദി അറേബ്യയിലെ ശരീഅത്ത് കോടതി ശിക്ഷ പ്രഖ്യാപിച്ച് ചില മാസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും വെറുതെ വിട്ടത് കൊല്ലപ്പെട്ട കുഞ്ഞിന്റെ ഉമ്മയ്ക്ക്, അതായത് ഈ ഇസ്ലാമിക പണ്ഡിതന്റെ ഭാര്യയ്ക്ക് അയാൾ ചോരപ്പണം കൊടുക്കാമെന്ന് വാഗ്ദത്തം ചെയ്തു, അല്ലെങ്കിൽ ചോരപ്പണം കൊടുത്തതുകൊണ്ടാണ്. അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് പീഡിപ്പിച്ചു കൊല്ലപ്പെട്ട സ്വന്തം മകളുടെ ജീവന്റെ വിലയായി ആ ഉമ്മ തന്റെ മകളുടെ കൊലയാളിയും പിതാവുമായ തന്റെ ഭർത്താവിനോട് ചോദിച്ചത് 1 കോടി സൗദി റിയാലാണ്. അതായത് 10 മില്യൺ സൗദി റിയാൽ, 1 കോടി സൗദി റിയാൽ. ഇസ്ലാമിക പണ്ഡിതന്മാർക്കാണോ കാശിന് പഞ്ഞം? അയാൾ അപ്പം തന്നെ ആ ചോദിച്ച പണം അങ്ങ് എടുത്തു കൊടുത്തു, പുറത്തിറങ്ങി. ഈ കേസിനെ കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ കിട്ടും. വായിച്ചു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അങ്ങ് ഹൃദയം നിലച്ചു പോകും. ചിലപ്പോൾ ആ കൊച്ചിൻ്റെ, ആ 5 വയസ്സുള്ള ആ കുഞ്ഞു കൊച്ചിൻ്റെ ഒരു വിരലിലെ നഖം ഉണ്ടല്ലോ, നഖം ഇയാൾ പിഴുതെടുത്തിരുന്നു. തലയുടെ ഒരു വശം ഉണ്ടല്ലോ അയാൾ ചുമരുമ അടിച്ചിട്ട് തകർത്ത് കളഞ്ഞിട്ടുണ്ട്. 5 വയസ്സുള്ള ആ കൊച്ചിൻ്റെ മലാശയവും ഉണ്ടല്ലോ, മലദ്വാരവും പിന്നെ അവിടുന്ന് മേലോട്ടുള്ള ഭാഗങ്ങൾ, അതങ്ങ് കീറിപ്പോയ അവസ്ഥയിലായിരുന്നു. കീറിപ്പോയെന്ന് മാത്രമല്ല, ചുട്ടുപഴുത്ത എന്തോ ഒന്ന് വെച്ചിട്ട് അതങ്ങ് കരിച്ചു കളഞ്ഞിട്ടുണ്ട്. മലാശയം അങ്ങ് കരിച്ചു കളയാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ കൊച്ചിൻ്റെ പിൻഭാഗം ആകെ തകർന്ന അവസ്ഥയിലായിരുന്നു. ചൂരലും കേബിളും ഉപയോഗിച്ച് തൻ്റെ മകളെ ശിക്ഷിച്ചിരുന്നതായി ഈ അൽ ഖംദി പോലീസിനോട് സമ്മതിക്കുകയുണ്ടായിട്ടുണ്ട്. ഞാൻ വളരെ ചുരുക്കിയാണ് ഇത് പറഞ്ഞത്. ആ കുഞ്ഞ് അനുഭവിച്ച പീഡനങ്ങളെക്കുറിച്ച് ഞാൻ വളരെ ചുരുക്കിയാണ് പറഞ്ഞത്. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് നെറ്റിൽ കിട്ടും, ആശുപത്രി റിപ്പോർട്ടുകളടക്കം. വായിച്ചത് മുഴുവൻ മറ്റൊരാളോട് പറയാൻ സാധിക്കാത്ത വിധം അത്ര വൃത്തികേടാണ് ആ ഇസ്ലാമിക പണ്ഡിതൻ സ്വന്തം കുഞ്ഞിൻ്റെ പിഞ്ച് ശരീരത്തിൽ ചെയ്തു വച്ചിരിക്കുന്നത്. ഇത്ര ക്രൂരത കാണിച്ചിട്ടും കാശുള്ളത് കൊണ്ട് അയാൾ വളരെ സിമ്പിളായിട്ട് ഊരിപ്പോയി. അതാണ് ശരീഅത്ത് നിയമം എന്ന് പറയുന്നത്. കാശുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരെയും കൊല്ലാം.
കൊല്ലപ്പെട്ടവൻ്റെ വീട്ടുകാർ കാശ് കണ്ട് കണ്ണ് മഞ്ഞളിക്കുന്നവനാണെങ്കിൽ ശരീഅത്ത് നിയമം നിങ്ങളോട് ക്ഷമിക്കും. അള്ളാഹുവിൻ്റെ പ്രത്യേക കാരുണ്യമാണത്. നിങ്ങൾ വെറുതെ വിടും. ആ നിയമം ഇവിടെയും കൊണ്ടുവരണമെന്നാണ് സോഷ്യൽ മീഡിയയിൽ മുസ്ലിങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അവരെ താങ്ങിക്കൊണ്ട് നടക്കുന്ന ആ ഗൾഫ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സ്വന്തം രാജ്യത്തെക്കാളും ഇതാണ്, ഞങ്ങൾക്ക് അന്നം തരുന്ന നാടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന കുറേ മതേതരത്വം മൂത്ത് ബോധം പോയ കുറേ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുണ്ട്. അവരും പറയുന്നത് ഇതാണ്, അവിടുത്തെ പോലെ ശരീഅത്ത് നിയമം ഇവിടെ വരണമെന്ന്. ശരീഅത്ത് നിയമം വന്നിട്ട് എന്താക്കാനാണ്? ഇന്ത്യയിൽ ശരീഅത്ത് നിയമം ആയിരുന്നെങ്കിൽ സ്വന്തം കുഞ്ഞിന് അള്ളാഹുവിന് ബലി കൊടുത്ത പാലക്കാട്ടെ ആ മദ്രസ അധ്യാപിക ഉണ്ടല്ലോ, ആ കേസിൽ എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കില്ല. ആ മദ്രസാധ്യാപിക പണമുള്ള ആളായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പണം ചെലവാക്കാൻ തയ്യാറുള്ള ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ അവർ സ്വതന്ത്രമായി പുറത്തിറങ്ങി നടക്കും. അത്ര തന്നെ. അതിൽ കൂടുതലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ശരീഅത്ത് കൂടെ വന്നതുകൊണ്ട് അതിൽ കൂടുതലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പം എന്തിനും ഏതിനും ശരീഅത്ത് കൊണ്ടുവരണം പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും കൂടിയാണ് പറയുന്നത്, അതൊക്കെ നിങ്ങൾ പോക്കറ്റിൽ തന്നെ വെച്ചാൽ മതി. ശരീഅത്ത് എന്താണെന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പം അത് ഇന്ത്യയിൽ ഇപ്പോൾ ദൈവകൃപയാൽ ഇവിടെ ഒരു ഭരണഘടനയുണ്ട്, ഒരു സെക്യുലർ ഭരണഘടനയുണ്ട്, അതുപോലെ തന്നെയുള്ളൊരു പീനൽ കോഡും ഉണ്ട്. അതിന് എന്തൊക്കെ അപര്യാപ്തത ഉണ്ടെന്ന് പറഞ്ഞാലും അത് ശരീഅത്തിനേക്കാൾ 1000 മടങ്ങ് മെച്ചമാണ്. 1000 മടങ്ങ് വളരെ മുകളിലാണ് അത് നിൽക്കുന്നത് ശരീഅത്തിനേക്കാൾ. അതുകൊണ്ട് അത് മാറ്റിക്കളഞ്ഞ് പകരം ശരീഅത്ത് കൊണ്ടുവരണം എന്നുള്ള ആ ഉഡായിപ്പ് വാദം കയ്യിൽ തന്നെ വെച്ചാൽ മതി. ഏതായാലും ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിരീശ്വരവാദികളോട് എനിക്ക് പറയാനുള്ളത്, മുസ്ലിങ്ങൾ ആരെങ്കിലും അവരുടെ മതവിശ്വാസ പ്രകാരം എന്തെങ്കിലും ചെയ്താൽ അത് ബൈബിളിൻ്റെ അക്കൗണ്ടിലേക്ക് കൊണ്ടുവന്ന് തള്ളാമെന്ന് വ്യാമോഹിക്കേണ്ട. അത് നിങ്ങളുടെ വെറും വിവരക്കേട് മാത്രമാണ്. ബൈബിളിൽ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൃത്യമായ കാരണവും അതിലുണ്ടാകും. അതറിയണമെങ്കിൽ നിങ്ങൾ ബൈബിൾ ഒരു വട്ടമെങ്കിലും ഒന്ന് വായിക്കണം. പഠിച്ചിട്ട് വിമർശിക്കൂ എന്നല്ല ഞാൻ പറയുന്നത്. പഠിച്ചിട്ട് വിമർശിക്കാൻ ഞാൻ പറയുന്നേ ഇല്ല നിങ്ങളോട്. കാരണം നിങ്ങളൊന്നും ഒരിക്കലും പഠിക്കില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് പറയാത്തത്. പക്ഷെ വായിക്കുകയെങ്കിലും ചെയ്യണം. വായിച്ചിട്ട് വിമർശിക്കുക. വായിച്ചു പോലും നോക്കാതെ വിമർശിക്കുന്നത് കാണുമ്പോൾ പുച്ഛം മാത്രമേ നിങ്ങളോട് തോന്നുന്നുള്ളൂ സുഹൃത്തുക്കളെ. പുച്ഛം മാത്രം, വേറൊന്നുമില്ല. ഇനി സിയാവുദ്ദീൻ ഫൈസിയെ പോലെയുള്ള ഇസ്ലാമിക പണ്ഡിതന്മാരോടും പറയുകയാണ്, രക്തദാഹിയായ അള്ളാഹുവിൻ്റെ മുമ്പാകെ താൻ ദൃഢചിത്തതയുള്ള ഉത്തമ വിശ്വാസിയാണെന്ന് തെളിയിക്കാൻ വേണ്ടി ആരെങ്കിലും നരബലി നടത്തിയാൽ, അതിപ്പോൾ സ്വന്തം കുഞ്ഞിൻ്റെ കഴുത്തറുത്തതായാലും മറ്റേതെങ്കിലും മനുഷ്യരുടെ കഴുത്തറുത്തതായാലും, അത് ബൈബിളിലുള്ള കാര്യമാണെന്നും പറഞ്ഞ് ന്യായീകരിക്കാൻ വന്നേക്കരുത്. ഇതുപോലെയൊക്കെ ഞങ്ങൾ മറുപടി പറയും. ഇസ്ലാം കൂടുതൽ നാണം കെടും. നിങ്ങളുടെ പ്രസംഗത്തിലാകട്ടെ, ഫേസ്ബുക്ക് പോസ്റ്റുകളിലാകട്ടെ, ബൈബിളിനെക്കുറിച്ചോ ക്രിസ്തുവിനെക്കുറിച്ചോ ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ചോ എന്തെങ്കിലും പരാമർശിക്കുന്നതിന് മുമ്പ് 70 വട്ടം ആലോചിക്കണം കേട്ടോ. എം അക്ബർ ഞങ്ങളെ ചൊറിഞ്ഞുകൊണ്ട് വന്ന ആ പഴയ കാലമല്ല ഇത്. അന്ന് ആ കാലത്ത് ആദ്യത്തെ ഒരു 6-7 കൊല്ലം അക്ബറിൻ്റെ ജൈത്രയാത്രയായിരുന്നു. അതിനിടയിൽ ആകെ ക്രിസ്ത്യാനികളിൽ നിന്നൊരു പ്രതികരണം ഉണ്ടായത് തിരുവട്ടാർ കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന ദൈവദാസനിൽ നിന്ന് മാത്രമാണ്. അദ്ദേഹം മാത്രമേ അക്ബറിനെതിരെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ 6-7 കൊല്ലം കഴിഞ്ഞപ്പോഴേക്ക് എന്തുണ്ടായി? ക്രിസ്ത്യാനികൾ ഖുർആനും ഹദീസുകളും പഠിച്ച് മറുപടി പറയാൻ തുടങ്ങി. സംവാദകൻ എന്ന് പറഞ്ഞ് നടന്നിരുന്ന എം അക്ബറിനെ സംവാദത്തിന് ക്ഷണിച്ചിട്ട് വരാതായപ്പോൾ ഞങ്ങൾക്ക് വെല്ലുവിളിക്കേണ്ടി വന്നു. ധൈര്യം ഉണ്ടെങ്കിൽ സംവാദത്തിന് എന്നും പറഞ്ഞിട്ട്. എന്നിട്ടും വന്നില്ല. അവസാനം എം അക്ബറിനെ ഞങ്ങളുമായുള്ള സംവാദത്തിന് കൊണ്ടുവന്നാൽ 1 ലക്ഷം രൂപ സമ്മാനം കൊടുക്കുമെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഇനാം പ്രഖ്യാപിക്കേണ്ടി വന്നു. ഇപ്പോഴും ആ 1 ലക്ഷം രൂപ ഞങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കുകയാണ്. അത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങാൻ കെൽപ്പുള്ള ഒരാൺകുട്ടി പോലും ഇസ്ലാമിക സമൂഹത്തിൽ ഇതുവരെ ജനിച്ചിട്ടില്ല എന്ന് നാട്ടുകാർ പറഞ്ഞുകൊണ്ട് നടക്കാൻ തുടങ്ങി. ഇങ്ങനത്തെ ഒരു ദുർഗതിയിലേക്ക് ഇസ്ലാമിനെ കൊണ്ടെത്തിച്ചത് എം അക്ബറാണ്. അതുകൊണ്ട് സിയാവുദ്ദീൻ ഫൈസി അടക്കമുള്ള എല്ലാ ഇസ്ലാമിക പണ്ഡിതന്മാരോടും പറയുകയാണ്, ക്രൈസ്തവ വിശ്വാസത്തെക്കുറിച്ചോ ക്രൈസ്തവ വിശ്വാസത്തിന് ആധാരമായിരിക്കുന്ന ബൈബിളിനെക്കുറിച്ചോ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായ യേശു ക്രിസ്തു എന്ന ഞങ്ങളുടെ കർത്താവിനെക്കുറിച്ചോ എന്തെങ്കിലും ഒന്ന് പറയുന്നതിന് മുമ്പ് നിങ്ങൾ 70 വട്ടം ആലോചിക്കണം. നിങ്ങളുടെ മതത്തിന് അതാണ് നല്ലത്. അതല്ല, ഞങ്ങളുടെ ഈ മുന്നറിയിപ്പ് നിങ്ങൾ അവഗണിക്കുകയാണെങ്കിൽ അതിനുള്ള സ്വാതന്ത്ര്യവും നിങ്ങൾക്കുണ്ട് കേട്ടോ, ഞാൻ നിഷേധിക്കുന്നില്ല. അത് ഞങ്ങളുടെ ഈ മുന്നറിയിപ്പിനെ അവഗണിച്ചുകൊണ്ട് ബൈബിളിനെതിരെയും ക്രിസ്തുവിനെതിരെയും ക്രിസ്ത്യാനികൾക്കെതിരെയും എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം. പക്ഷെ അത് ചെയ്തു കഴിഞ്ഞാൽ കേരളത്തിലെ ഇസ്ലാമിൻ്റെ അവസ്ഥ സോഷ്യൽ മീഡിയയിൽ വളരെ കഷ്ടത്തിലാകും. ഇസ്ലാമിനെ ഞങ്ങൾ പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് തുറന്നു കാണിക്കും. ഇസ്ലാം മതവിശ്വാസികളെ പിഴിഞ്ഞ് ജീവിക്കുന്ന നിങ്ങളുടെയൊക്കെ അവസ്ഥ വളരെ കഷ്ടത്തിലാകും. പറഞ്ഞില്ല എന്ന് വേണ്ട. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നമ്മളെല്ലാവരെയും സത്യദൈവവും നിത്യജീവനുമായ യേശു ക്രിസ്തു കാത്തു സൂക്ഷിക്കുമാറാകട്ടെ. അവൻ്റെ വിലയേറിയ നാമം മാത്രം
എന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ.